അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ MCQs ആണ്. ഓൾറെഡി പോർഷൻസ് ഒക്കെ കഴിഞ്ഞതല്ലേ, അപ്പം ഇനി നമുക്ക് കുറച്ച് MCQs നോക്കാം. അപ്പം ആദ്യത്തെ പറയുന്നത് താഴെ പറയുന്നതില് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കറക്റ്റ് ആയിട്ട് ബെസ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഏത് ടേം ഏത് ഓപ്ഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ആസ്, ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് എന്താണ്? ദ ആവറേജ് റേറ്റ് പെയ്ഡ് ഓൺ ബോറോവ്ഡ് ഫണ്ട്. ബോറോവ്ഡ് ഫണ്ടിന് പേ ചെയ്യുന്ന ആവറേജ് റേറ്റ് ആണോ? സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ദ റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് ഒരു എമൗണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മിനിമം റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന അതാണോ? അല്ല, തേർഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ റീറ്റേൺഡ് ഏർണിംഗ്സ്. റിട്ടേൺഡ് ഏർണിംഗ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കമ്പനിയിൽ ഉള്ള ഫണ്ട് നമ്മൾ ഫർദർ എക്സ്പാൻഷന് വേണ്ടി യൂസ് ചെയ്യത്തില്ലേ, അത് അതിന്റെ ഇന്റേണൽ റേറ്റ് ആണോ അതോ ദ റിട്ടേൺ ഓൺ അസറ്റ്? ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഏതായിരിക്കും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡെഫിനിഷൻ തന്നെ വരുന്നത് ദ റേറ്റ് ഓഫ് റിട്ടേൺ, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ദി ഇൻവെസ്റ്റർ ആണ് അല്ലെ. മിനിമം റേറ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കിട്ടേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പം ഓപ്ഷൻ ബി ആണ് റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ദി ഇൻവെസ്റ്റർ. അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഡെഫിനിഷൻ പിന്നെ അടുത്തത് വരുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിലേറ്റഡ് തന്നെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കാൽക്കുലേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് രണ്ട് ടൈപ്പ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നല്ലോ, സ്പെസിഫിക് കോസ്റ്റും കമ്പൈൻഡ് അല്ലെങ്കിൽ കോമ്പോസിറ്റും. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അറിയാം, ഒരാളുടെ കാര്യം മാത്രം പറയാം. സ്പെസിഫിക് ഒരു കോസ്റ്റ്, ഒരു ക്യാപിറ്റലിന് ഇപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെറ്റ് അല്ലെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, ഇത് ഒരെണ്ണത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് സ്പെസിഫിക്. കമ്പൈൻഡ് അല്ലെ വെയ്റ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ്, നമ്മുടെ കമ്പനിയിൽ ചിലപ്പോൾ അവര് ഇക്വിറ്റി യൂസ് ചെയ്യാൻ, ഡെറ്റ് യൂസ് ചെയ്യാൻ ഒക്കെ കോമ്പിനേഷൻ ആണ് പറയുന്നത്. സോ അപ്പം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ താഴെ പറഞ്ഞതിൽ ഏതായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാത്തത്? ക്യാപിറ്റൽ ആർക്കൊക്കെ ഉണ്ട്? ഇക്വിറ്റിയുടെ ഉണ്ട്, ഡെറ്റ് ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് വരുന്ന ഐറ്റം ആണോ? അത് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാകുന്ന ചെലവല്ലേ? സെയിൽ, നമ്മുടെ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും സെല്ലിംഗ് എക്സ്പെൻസീവ് ആയിട്ടും അതൊക്കെ അല്ലേ? അതപ്പോ എവിടെ വരത്തില്ല? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കാൽക്കുലേഷന് വരത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ പറയുന്നത് എനിക്ക് ഇങ്ങനെ വരെ എത്തുന്നില്ല. ഓക്കെ ആണെന്നല്ലേ പറഞ്ഞേ? ഓക്കെയാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേക്കാടാ. ഓക്കെ. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ്. ഈ പറഞ്ഞതിൽ ഏത് വെച്ചിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരാളുടെ പ്രസൻസ് ഉണ്ട്. ആരുടെയാ? ഡെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് ആണ്. സി ആണ്. എന്താണ്? ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. കാരണം നമ്മൾ കോസ്റ്റ് ഡെറ്റ് കൂടുമ്പോഴാണ് നമുക്കത് വെച്ചിട്ട് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. സി ആണ് വരുന്നത്. കറക്റ്റ്. ഇനി അടുത്തത് വരുന്ന ക്വസ്റ്റ്യൻ, വിച്ച് കോസ്റ്റ് ഈസ് കൺസിഡേർഡ് വൈ ഇവാലുവേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് റിട്ടൈൻഡ് ഏർണിംഗ്സ്? എന്താണ് റിട്ടൈൻഡ് ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മള് അതെ, എന്തുകൊണ്ടാണ് അത് റീറ്റെയിൻഡ് കോസ്റ്റ് ഏർണിംഗ്സ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയണത്? അതുകൊണ്ട് നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യായിരുന്നു. അതന്നെ.
നമുക്ക് ഈ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ നമ്മൾ മിസ് ചെയ്തു. ഇവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ അത് ഫോർഗേ ചെയ്തുകൊണ്ടാണ് നമുക്കത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. The proportion of debt and equity in a capital structure is known as. ഡെറ്റും ഇക്വിറ്റിയുടെയും കൂടെ ആ പ്രൊപ്പോർഷൻ, കാരണം ക്യാപിറ്റൽ സ്ട്രക്ചർ ആകുമ്പോൾ ഡെറ്റും വരും ഇക്വിറ്റിയും വരും. അപ്പൊ ആ ഒരു പ്രൊപ്പോർഷന് അല്ലെ ആ ഒരു ഫിനാൻഷ്യൽ ലിവറേജ് അല്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ്? നമ്മൾ അതില് ഡെറ്റ് കൂടുതൽ ചെയ്ത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ ടാക്സിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് പറയുന്നത്. പക്ഷെ ഇത് ഞാൻ ചോദിച്ചിരിക്കുന്നത് ആ പ്രൊപ്പോർഷൻ എന്താ പറയുന്നത്? ഡെറ്റും ഇക്വിറ്റിയും കൂടി ചേർന്ന സാധനത്തിന് എന്താണ് പറയുന്നത്? ക്യാപിറ്റൽ മിക്സ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എന്താണ് മിനിമം റിട്ടേൺ എക്സ്പെക്ടഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിക്സ് ആണ്. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരെന്താടാ? നിങ്ങൾ അതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമുക്ക് ആ കമ്പനിയിൽ ചിലപ്പോൾ 1 ലക്ഷം രൂപയുടെ ഡെറ്റ് ഉണ്ടാവും, 10 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഉണ്ടാവും, റീറ്റേൺ ഇതെല്ലാത്തിനെയും കൂടെ കൂട്ടി പറയുന്ന പേരാണ് ക്യാപിറ്റൽ മിക്സ്. ഇത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, കാരണം എല്ലാവരും ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേർഡാണ് ഫിനാൻഷ്യൽ ലിവറേജ്. കേട്ടോ? അപ്പൊ പെട്ടെന്ന്, കാരണം അതിനകത്തുള്ള ആ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പൊ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. മനസ്സിലായല്ലോ? ക്ലിയർ ആയി. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് തിയറി സജസ്റ്റ് ദാറ്റ് ദർ ഇസ് ആൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ വെയർ ദ ഫേംസ് വാല്യൂ ഈസ് മാക്സിമൈസ്ഡ്? ഇത് നമ്മളെ തിയറി 3-4 തിയറി ഉണ്ടല്ലോ. ഏതിലായിരിക്കും, ഏത് തിയറി ആയിരിക്കും ഇതിൽ വരണ ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ? ഏതാടാ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി അല്ലേ? നെറ്റ് ഓപ്പറേറ്റിംഗ് അല്ല? അല്ല, നെറ്റ് ഓപ്പറേറ്റിംഗും അല്ല. ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് എന്തായിരുന്നു നമ്മുടെ തിയറിക്കകത്ത് ആദ്യത്തെ തിയറി ഏതാ? ട്രഡീഷണൽ. ഫസ്റ്റ് വൺ ആണ്. മാക്സിമം നമുക്ക് നെറ്റ് ഇൻകം പറയുന്നത് ഇല്ലെന്നാണ്. എന്നുവെച്ചാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല ഫേമിന്റെ വാല്യൂ കൂട്ടാൻ. ഇത് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് മാക്സിമൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്, അല്ലേ? അതെ മിസ്, ഒന്നും കൂടി ആ തിയറീസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പറയാടാ. അതില് നമുക്ക് 4 തിയറീസ് ആണ് വരുന്നത്. നോട്ട് ചെയ്യണോ? ഞാൻ ഇവിടെ എഴുതി കാണിക്കണോടാ ഓരോന്നും? അല്ല, ജസ്റ്റ് ആ പോയിന്റ് മാത്രം മറന്നുപോയി പെട്ടെന്ന്. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ എഴുതാടാ, കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. നെറ്റ് ഇൻകം അപ്രോച്ച് റിലവന്റ് ഇല്ലാത്ത വരുന്നേ. അപ്പൊ അവിടെ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടെന്നല്ലേ പറയുന്നേ? എന്താടാ? കേട്ടില്ല. നെറ്റ് ഇൻകം അപ്രോച്ചിനകത്തെ റിലവന്റ് തിയറി അല്ലേ? റിലവന്റ് അതിനകത്ത് വരുന്നതല്ലേ? അപ്പൊ അവിടെ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മുടെ ഡിവിഡന്റിനകത്താണ് റിലവൻസും വരുന്നത്. ഡിവിഡന്റിന് തിയറി ഇല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അതിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ റെലവൻസും ഇറലവൻസും പറയുന്നത്. ഇവിടെ വരുന്നത് ഈ നെറ്റ് ഇൻകവും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകവും ട്രഡീഷണൽ അപ്രോച്ചും അപ്രോച്ചും ആണ് വരുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ചിനകത്ത് ഡെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുമെന്ന് പറയുന്നില്ലേ? നെറ്റ് ഇൻകം അപ്രോച്ചിനകത്ത് ഡെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേന് ഫേമിന്റെ ഇത് കൂടും, വാല്യൂ കൂടുമെന്ന് പറയുന്നില്ലേ? അതേടാ. അയ്യോടാ, ഞാൻ ഓപ്ഷൻ മാറിപ്പോയടാ. സോറി. എന്റെ മിസ്റ്റേക്ക് കേട്ടോ. ഓപ്ഷൻ ഞാൻ ടൈപ്പ് ചെയ്തപ്പോ വന്ന മിസ്റ്റേക്ക് ആയിരുന്നേ. അയ്യോ, അത് കറക്റ്റ് ചെയ്യാം. ഒറ്റ മിനിറ്റ്. അത് ശരിയാ. ഞാനത്
അത് കറക്റ്റ് ചെയ്തിട്ട്. അപ്പൊ ഓപ്ഷൻ എ ആണല്ലേ മിസ് ആൻസർ? അതേടാ ഞാൻ അത് ടൈപ്പ് ചെയ്തപ്പോ ഒന്ന് മിസ്റ്റേക്ക് പ്രിപ്പയർ ചെയ്തപ്പോഴ്. പക്ഷെ മീനിങ് അത് തന്നെയാടാ, ഞാൻ പറഞ്ഞത് തന്നെയാണ്. എന്തുവായിരുന്നു, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഇമ്പാക്ട് എവിടെ വരും, ഡെറ്റ് ആണോ ഇക്വിറ്റി ആണോ എന്ന് വെച്ച് നമ്മുടെ ഫേമിന്റെ വാല്യൂവിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓപ്ഷൻ എഴുതിയപ്പോ മാറിപ്പോയി. ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ, അപ്പൊ അതായിരുന്നു 6th ക്വസ്റ്റ്യൻ. ദെൻ അടുത്തത് വരുന്നത് ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് തിയറി പറയുന്നതാണ്. ആദ്യം ആൻസർ ഏതായിരിക്കും ഇവിടെ ഇതിനകത്ത് വരുന്ന? അക്കോർഡിംഗ് ടു തിയറി ടാക്സ് ഉള്ള സിറ്റുവേഷൻ, കാരണം തിയറിയിൽ 2 അപ്രോച്ച് ഉണ്ടല്ലോ, വിത്ത് ടാക്സും വരും വിത്തൗട്ട് ടാക്സും വരും. അപ്പൊ വിത്ത് ടാക്സ് ഉള്ള സിറ്റുവേഷനിൽ എന്തായിരിക്കും ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഡെറ്റ് കൂടുമ്പോഴാണോ ഇക്വിറ്റി കൂടുമ്പോഴാണോ അതോ ക്യാപിറ്റൽ സ്ട്രക്ചറിന് എഫക്ട് ഒന്നുമില്ല? ഫസ്റ്റ് ഓപ്ഷൻ അതാണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഇൻക്രീസ്ഡ് വിത്ത് മോർ ഡെറ്റ്, ഡെറ്റ് കൂടുന്നതനുസരിച്ച് ഫേമിന്റെ വാല്യൂ കൂടും. ഡിക്രീസ് വിത്ത് മോർ ഇക്വിറ്റി, ഡിക്രീസ് വിത്ത് മോർ ഡെറ്റ്. ഇത് ഏതായിരിക്കും ഇവിടെ വരുന്ന ടാക്സ് ഉള്ള സിറ്റുവേഷനിൽ? ഓപ്ഷൻ ബി. ഓക്കെ, ഉണ്ടായിരുന്നു. ഞാൻ എൻട്രടിച്ച് പോകേണ്ട സ്പീഡിൽ. ഡെറ്റ് കൂടുമ്പോ നമ്മുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും, ടാക്സ് ഉള്ള സിറ്റുവേഷനിൽ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് ഡെറ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് യൂസ് ചെയ്താൽ എന്ത് ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? എന്തായിരിക്കും? ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടുവാണോ, ടാക്സ് ബെനിഫിറ്റ്, ഇൻട്രസ്റ്റിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതാണോ, കൺട്രോൾഡ് ഡൈല്യൂട്ട് ആയി പോകുന്നതാണോ, ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നതാണോ? ഏതാ? ഓപ്ഷൻ ബി. ഏതാടാ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഈ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ ആൾക്ക് എഫക്ട് ചെയ്യുന്നതല്ലേ ഡെറ്റിന്, അല്ലേ? ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനും ഡെറ്റ് റിലേറ്റഡ് ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടുതലാണ്, ഇൻട്രസ്റ്റിന്റെ കാര്യം പക്ഷെ കൺട്രോൾ ഇല്ല കേട്ടോ, കൺട്രോൾ ഡൈലൂട്ട് ചെയ്തില്ല. പിന്നെ ഫിനാൻഷ്യൽ റിസ്ക്കും കൂടുതലാണ്. പക്ഷെ ഇതിൽ ബെനിഫിറ്റ് നോക്കണം കേട്ടോ. ടാക്സ് ഡിഡക്ഷൻ അല്ലേ? ആൻസർ ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സ് ഡിഡക്ട് ചെയ്യാം, അതാണ് ബെനിഫിറ്റ്. ഓക്കെ. ചില സമയത്ത് ഡെറ്റിന്റെ ഫീച്ചേഴ്സ് തന്നെ ഓപ്ഷൻ ആയിട്ട് തരും. അപ്പൊ നോക്കിക്കോണം, ബെനിഫിറ്റ് എന്ന് ചോദിക്കുമ്പോ ബെനിഫിറ്റ് മാത്രമേ എഴുതാവൂ. മനസ്സിലായി. ഓക്കെ, പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് എല്ലാം അതല്ലേ എന്ന് തോന്നും. അപ്പൊ ഓപ്ഷൻ ബി, ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും, ഇൻട്രസ്റ്റിനെ നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഇനി അടുത്തത്, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഡിഫൈൻഡ് ആസ്. എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ 2 ടൈപ്പ് ഇല്ലേ എന്നെ തിയറി വരുന്ന? ഏതൊക്കെയായിരുന്നടാ? ഫിക്സ്ഡ് ആൻഡ് സർക്കുലേറ്റിംഗ്. ഏതായിരുന്നു കോൺസെപ്റ്റ് വരുന്നത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. അതിൽ ഗ്രോസിൽ എന്താ പറയണേ? കറണ്ട് അസറ്റ്. ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്. ടോട്ടൽ എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ് മാത്രം എല്ലാം കൂട്ടിയെടുത്ത് അത് ഗ്രോസ് ആവും. നെറ്റ് വരുമ്പോഴോ? കറണ്ട് അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ് മൈനസ്, അതാണ് നമ്മൾ നോർമൽ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് എടുക്കുന്നത് നെറ്റ് ബേസിൽ. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഇവിടെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി. ബി ആണ്. കറണ്ട് അസറ്റ്, ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കുറച്ച് കിട്ടുന്നതാണ് നമ്മുടെ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഓപ്ഷൻ ബി. സിമ്പിൾ ആയിരുന്നല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് വൺ ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് എന്ന് വെച്ചാൽ എന്താടാ? നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. 1 ഇയറിനുള്ളിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ പറ്റുന്നതിനാണ് നമ്മൾ കറണ്ട് അസറ്റ്. അപ്പൊ താഴെ പറഞ്ഞതില് കറണ്ട് അസറ്റ് അല്ലാത്ത ആരാണ്? ഇൻവെന്ററി കറണ്ട് അസറ്റ്. അതെ, കറണ്ട് അസറ്റ് ആണ്. ഇൻവെന്ററി കറണ്ട് അസറ്റ് ആണ്, നമുക്കത് ഈസി ആയിട്ട് സെല് ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റും. ഡെറ്ററോ? കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് ആണ്. നമ്മുടെ കടക്കാരാണ് ഇപ്പൊ ചോദിച്ചാൽ നമുക്ക് പൈസ തിരിച്ചു തരും. ബില്ലാണെങ്കിലും അത് തന്നെ. ക്യാഷോ? കയ്യിലിരിക്കുന്ന കാശ് എന്തായാലും ലിക്വിഡിറ്റി കൂടുതലാണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ?
അത് പറ്റില്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ആൻസർ. അപ്പം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്താണത്? നോട്ട് കറന്റ് അസറ്റ്, അസറ്റ് ആണ്, നോട്ട് ഫിക്സ്ഡ് അസറ്റ് കമ്പോണന്റ്, ആണ്. ഏത് ടൈപ്പ് അസറ്റ് ആണ്? ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ അതാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ? കൺവേർഷൻ ഓഫ് ക്യാഷ് പീരിയഡ് കാണിക്കുന്നത്. ആ, നമ്മുടെ ഒരു ഇൻവെന്ററി അല്ലെ റോ മെറ്റീരിയല് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ടൈം. അപ്പൊ അത് ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ടൈം ടു പേ സപ്ലയർ, ടൈം ടു സെൽ ഗുഡ്സ്, ടൈം ബിറ്റ്വീൻ റോ. ഓപ്ഷൻ ഏതാടാ? സി സി. സി ആണ്. ഓക്കെ, അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്. ക്യാഷ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമൈസ് പ്രോഫിറ്റ് ആണോ, എൻഷുർ ലിക്വിഡിറ്റി ആണോ, മിനിമൈസ് എക്സ്പെൻസ് ആണോ, ഇൻക്രീസ് ഇൻവെന്ററി ആണോ? എൻഷുർ ലിക്വിഡിറ്റി. എന്താ, നമുക്ക് ലിക്വിഡ് ആയിട്ട് ക്യാഷ് കൈ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പം ക്യാഷ് മാനേജ്മെന്റ് മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. ബാക്കിയെല്ലാം ഒബ്ജക്റ്റീവ് ആണ്, എന്നാലും മെയിൻ ഒബ്ജക്റ്റീവ് ലിക്വിഡിറ്റി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ. വിച്ച് മോഡൽ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഒപ്റ്റിമൽ ക്യാഷ് ബാലൻസ്? ഇതിൽ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ക്യാഷ് ബാലൻസ് അല്ലെ ക്യാഷ് മാനേജ്മെന്റിനകത്ത് മോഡൽ ഏതാണെന്നാണ്? വോൾട്ടറിന്റെ മോഡലാണോ? മിൽട്ടർ ആണോ മിസ്? എവിടെ വരുന്നത്? ഡിവിഡൻഡിൽ വരുന്നതല്ലേ? അതും ഡിവിഡൻഡ് ആണ്. CAPM മാനേജ്മെന്റിനകത്ത് വരുന്നതാണ്. ആ, അപ്പം ഇതാണ് വരുന്നത്. മില്ലറിന്റെ മോഡൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇല്ല. ബൈനോമിയൽ മോഡൽ അല്ല ശരിക്കും പറഞ്ഞത്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ബൈനോമിയൽ പറയുന്നത് നമുക്ക് ഒരുപാട് ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കരുത്. കാരണം ഓവർ ആയിട്ട് ക്യാഷ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അതേപോലെ കൺവേർഷൻ ഒക്കെ എഫക്ട് ചെയ്യും. കൺവേർഷൻ കോസ്റ്റ് കൂട്ടും. അപ്പൊ മില്ലർ ഇതിനൊരു എക്സ്റ്റൻഷൻ കൊണ്ടുവന്നിരിക്കുക. 2 ലിമിറ്റ് ഉണ്ട്. നമുക്ക് മാക്സിമം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ചും ഒരു എക്സാമ്പിൾ, മാക്സിമം ഒരു അറ്റ് എ ടൈം നോക്കുവാണെങ്കിൽ മാക്സിമം 10 ലക്ഷമേ പാടുള്ളൂ. അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യണ്ട. അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്താൽ അത് നമുക്ക് കോസ്റ്റ് കൂടും, നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടും. വെറുതെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് ബെറ്റർ. അത് കൈ വെച്ചുകൊണ്ടിട്ട് കാര്യമില്ല. പിന്നെ വരുന്നത് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 2 ലാക്ക് പറയാം. അറ്റ്ലീസ്റ്റ് 2 ലാക്കെങ്കിലും വേണം. അതിൽ താഴെ പോയാൽ നമ്മുടെ ലിക്വിഡിറ്റി എഫക്ട്. അപ്പൊ ഇങ്ങനെ ഒരു 2 ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മോഡലില്. ഓക്കെ, അതാണ് ഓപ്ഷൻ ഡിയിൽ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ 14. അതിപ്പോ പറഞ്ഞത് തന്നെയാണ്. ഇതിലൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഈ EOQയിലൊക്കെ ഈ ഇൻവെന്ററിയിലും ഒക്കെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇക്വേഷൻ മോഡൽ വെച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. √2 ഇത് നമ്മൾ മറ്റേ നമ്മൾ ഇൻവെന്ററിക്കകത്ത് ഓർമ്മയില്ലേ? ഓർഡറിംഗ് കോസ്റ്റ് 2AC. അതെ മിസ്, ഒരു ഡൗട്ട് ഉണ്ട്. അത് പല ഞാനൊക്കെ പഠിക്കുമ്പോ √2CO/I എന്നാ. അത് ഓരോ ചിലതിനകത്ത് O വരും, ചിലത് C വരും. കാരണം ഇത് വരുന്നത് ഡിമാൻഡ്, ഇത് വരുന്ന ഓർഡറിംഗ് കോസ്റ്റ്, ഇത് വരുന്നത് ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെന്ററി കോസ്റ്റ് അല്ലെ? ഓരോ ടെക്സ്റ്റിലും ഓരോന്നായിരിക്കും. അതെ, പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അതെനിക്ക് മനസ്സിലായില്ല. കാരണം D ഒക്കെ വെച്ചിട്ട് ഒരു ഇതുപോലത്തെ ഒരു ഇക്വേഷൻ. ഇതിപ്പോ ഞാൻ എന്റെ ടെക്സ്റ്റിലുള്ള ഇക്വേഷൻ ഇതായതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അതിൽ നല്ലത് ഈ ടേം പഠിക്കാതെ ഐറ്റം പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ആനുവൽ ഡിമാൻഡ് എത്രയാണോ, അതേപോലെ ഓർഡറിംഗ് കോസ്റ്റ് എത്രയാണോ, ഇൻവെന്ററി
അല്ലെങ്കിൽ ഹോൾഡിംഗ്, അങ്ങനെ ഐറ്റം പഠിക്കുവാണെങ്കിൽ അല്ല, കുറച്ചുകൂടി. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാ വെച്ചാ ഫൈൻഡ് EOQ ഫോർമുല എന്ന് പറഞ്ഞിട്ടാണ്. ഒരു മിനിറ്റ്, ഫൈൻഡ് EOQ, അത് ഡിപ്പെൻസ്. ചിലപ്പം ഡയറക്റ്റ് EOQ കണ്ടുപിടിക്കാനായിരിക്കും വരുന്നത്, അല്ല, അല്ലെങ്കിൽ അപ്പൊ എല്ലാത്തിനും ഒരുമാതിരി റൂട്ടും ഉണ്ടാവും, ഇങ്ങനെയുണ്ട്. അപ്പൊ കുത്തണത് എനിക്ക് അതൊരു ഡൗട്ട്. ഓപ്ഷൻസ് ഇപ്പൊ നേരത്തെ ഞാൻ ഫിനാൻഷ്യൽ ലിവറേജ് പറഞ്ഞ പോലെ ഓപ്ഷൻസ് നോക്കി ആൻസർ കറക്റ്റ് ചെയ്യുന്നത് ഒരു ടാസ്ക് ആണ്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് പോയാലുവേ അവിടെ ചെന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ നോക്കി, ചിലപ്പോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻഡുവോ അല്ലെ ചിലതിന് റൂട്ട് കാണത്തില്ല. അപ്പം അത് ശ്രദ്ധിച്ചു. ഹലോ, പറഞ്ഞോടെ എന്തെങ്കിലും? ഹലോ ഹലോ, കേൾക്കുന്നോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പം അതായിരുന്നു നമ്മുടെ ഇൻട്രിയിലെ. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഇക്വേഷനും വരുന്നത്. അതും ഒരു റൂട്ടിൽ തന്നെയാണ്. 2 ഉണ്ട്. അതിന് വരുന്നത് ക്യാഷ് പേയ്മെന്റ് ഫോർ എ ഗിവൺ പീരീഡ്. ഇപ്പൊ നമ്മൾ ഒരു വർഷത്തേക്കാണ് ഒരു കാര്യം നോക്കുന്നത്, ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഒപ്റ്റിമൽ ക്യാഷ് എത്ര രൂപ വേണോന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ ഒരു വർഷം നമുക്ക് ഏതൊക്കെ പേയ്മെന്റ്സ് ആയിരിക്കും നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്, അതാണ് ക്യാഷ് പേയ്മെന്റ്സ്. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് നേരത്തെ അറിയാമായിരിക്കുമല്ലോ, ഇന്ന മാസമാകുമ്പോൾ നമ്മുടെ ഇന്ന എന്തെങ്കിലും ഡ്യൂ ആവും. അപ്പൊ ആ 1 ഇയറിൽ നമുക്ക് വരുന്ന ക്യാഷ് പേയ്മെന്റ് എത്രയാണോ ഇൻറ്റു ഫിക്സഡ് കോസ്റ്റ്. ഇത് നിങ്ങൾ ചെയ്തായിരുന്നോ? ഹലോ ഹലോ മിസ്സേ കട്ടായി പോയി, പെട്ടെന്ന് കോള് വന്നപ്പോ കട്ടായി. അല്ലല്ലോ, ഓക്കെ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇതാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തായിരുന്നോ? ജസ്റ്റ് ഞാൻ ക്യാഷ് മാനേജ്മെന്റ് ഉള്ളതുകൊണ്ട് എടുത്തിട്ടെന്നേ ഉള്ളൂ. എന്നാൽ ഇത് ഓർത്തിരുന്നോ? കേട്ടോ? പിന്നെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒപ്റ്റിമൽ ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കുന്നത്. മറ്റേ അവിടെ നമ്മൾ ഓർഡർ എത്ര സ്റ്റോക്കിന്റെ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഇതും. ഇനി അടുത്തത് പ്രോബ്ലം വരും മിസ് എക്സാമിന്. ഈ പ്രോബ്ലം ആയിട്ടൊന്നും ഇതങ്ങനെ വരില്ല, കാരണം ഈ റൂട്ട് കണ്ടുപിടിക്കുന്നതുകൊണ്ട് ചാൻസ് കുറവാണ്. ഇക്വേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പല ഇക്വേഷൻ തന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നൊക്കെ മാറ്റി തിരിച്ചൊക്കെ തരാം, റൂട്ട് ഇല്ലാതെ തരാം. റൂട്ട് വെച്ചിട്ട് ഇക്വേഷൻ എനിക്ക് തോന്നുന്നില്ല പ്രോബ്ലം ഇതിന് വരാൻ ചാൻസ്. നമ്മൾ ഡയറക്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ലേ. ഇല്ല പിന്നെ കുട്ടി വല്ലതും ആയിരിക്കും, നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന റൂട്ടുള്ള ഏതെങ്കിലും ഇതേ വരത്തുള്ളൂ. ഓക്കെ, പ്രോബ്ലം ഒന്നും പഠിച്ചിട്ടില്ല ചോദിച്ചു. വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ, കാരണം ഇതിൽ EOQന്റെ പ്രോബ്ലം ഉണ്ട്, പിന്നെ നമ്മുടെ ഡിവിഡന്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഡിവിഡന്റ് പേ ഔട്ട് റേഷ്യോ ഇല്ലേടാ. ദെൻ അങ്ങനെ ഞാൻ ഇതിനകത്ത് 2-3 പ്രോബ്ലം വെച്ചിട്ടുണ്ട്. ആകെ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ പറയാൻ പറ്റത്തില്ല. ചിലപ്പം പ്രോബ്ലമേ വരുന്നത് വെച്ച് ചിലപ്പോ കുട്ടി പ്രോബ്ലം വരാം, ചിലപ്പോ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് പ്ലസ് ഇക്വേഷൻ ഒക്കെ വരുന്ന. എന്തായാലും പഠിക്കാതെ വിടണ്ട, പ്രോബ്ലം 1-2 ഒക്കെ വർക്ക്ഔട്ട് ചെയ്തോ കേട്ടോ. കുഞ്ഞു പ്രോബ്ലംസ്. അടുത്തത് 15. പ്രോബ്ലം ആൻസർ മാത്രമായിട്ട് ഒരു PDF ഇടാൻ പറയാൻ പറ്റുമോ? ഞാൻ പറയാം. ആക്ച്വലി ഈ പേപ്പർ ഞാൻ അല്ലടാ എടുത്തത്. MCQ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ചോദിക്കാം എങ്ങനെയാന്ന് വെച്ചാൽ, വേണമെങ്കിൽ പ്രോബ്ലം ഉള്ള MCQ അടുത്ത ദിവസം വേണേ അതൊന്ന് ചെക്ക് ചെയ്യാം. മീൻസ് ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ള കുട്ടി പ്രോബ്ലംസ് വെച്ചിട്ടൊരു. ഞാനിത് കണ്ടുപിടിച്ച് പഠിക്കുമ്പോഴേക്കും ഓക്കെ. അല്ല കുഴപ്പമില്ല, അതാണ് ഞാൻ പറയാം. മാമിനോട് പറഞ്ഞിട്ട് അത് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ക്രെഡിറ്റ് പോളിസി ഡിസിഷൻ. എന്താ ക്രെഡിറ്റ് പോളിസി എന്ന് അറിയാലോ? കമ്പനി ആവുമ്പോൾ കടത്തിന് കൊടുക്കുകയും ചെയ്യും, കടം വാങ്ങുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ക്രെഡിറ്റ് പോളിസി ഡിസിഷൻ, ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് പോളിസി എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്നാണ്. ഇതിലേതിലായിരിക്കും എഫക്ട് ചെയ്യുന്നത്? ഫിക്സഡ് അസറ്റ് എഫക്ട് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. കാരണം ക്രെഡിറ്റ് പോളിസി ഭയങ്കര ലിബറൽ ആണെങ്കിൽ എന്തായിരിക്കും പറ്റുന്നത്?
എല്ലാവർക്കും നമ്മൾ കടം കൊടുക്കും. അപ്പൊ ഓപ്പറേറ്റിംഗ് സൈക്കിള് വലുതാവും, അതിന്റെ ലെങ്ത് കൂടും, പൈസ തിരിച്ചു വരാനുള്ള ടൈം കൂടും അല്ലേ? അതെ. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ, ഇപ്പൊ കടം കൊടുക്കാത്തതാണെങ്കിൽ എളുപ്പത്തിൽ പ്രോഡക്റ്റ് വിറ്റ് അപ്പൊ തന്നെ പൈസ വരും. അപ്പൊ അവിടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ലെങ്ത് കുറയും. അപ്പൊ ക്രെഡിറ്റ് പോളിസിയെ എഫക്ട് ചെയ്യുന്ന ആരെയാണ്? ക്രെഡിറ്റ് പോളിസി എഫക്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിളിനെയാണ്. ഓക്കെ ഓക്കെ മിസ്സേ. ഓക്കെ. ഇനി അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, ഏജിങ് ഷെഡ്യൂൾ. എന്താ ഇത്? ഈ ടേം നമ്മൾ എവിടെയാ പഠിക്കുന്നത്? ഏജിങ് ഷെഡ്യൂള് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അകത്ത് വരുന്നതാണ്. ഏതില്? ക്യാഷിലാണോ, റിസീവബിൾ ആണോ, അതോ ഇൻവെന്ററിയിലാണോ? ഏതിലായിരിക്കും നമ്മൾ പഠിച്ചിരുന്നത്? റിസീവബിൾ. ഓപ്ഷൻ ഇല്ലാതെ തന്നെ പറഞ്ഞു. റിസീവബിൾ ആണ്. നമുക്ക് കിട്ടേണ്ടതിന്റെ ഒരു ടൈം, ഒരു മാസത്തിന്, ഒരു ദിവസത്തിനും ഒരു മാസത്തിനും ഇടയിലുള്ള എത്ര ഡെറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാസത്തിനും 2 മാസത്തിനും ഇടയിലുള്ള ഡെറ്റേഴ്സ്, അങ്ങനെയുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. മീൻസ് കമ്പനി പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് ഏജിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ആരുടെ കാര്യത്തിലാണ് വരുന്നത്? അക്കൗണ്ട്സ് റിസീവബിൾ ആണ് വരുന്നത്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടേംസ് ആണ്, ഇതൊക്കെ ഓർത്തിരുന്നോണം. ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന EOQ. നമ്മുടെ EOQ എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്ന EOQ? ഓർഡർ. ഓപ്ഷൻ ബി. എന്നുവെച്ചാൽ EOQ എന്ന് പറയുന്ന ഒപ്റ്റിമൽ ലെവൽ തന്നെ. ഒപ്റ്റിമൽ ലെവൽ ആണ് കണ്ടുപിടിക്കുന്നത്. മിനിമം ഇൻവെന്ററി കോസ്റ്റ് വരുന്നത് എത്ര എന്ത് ചെയ്യുമ്പോഴാ? നമുക്ക് ആൻസർ എത്ര നമ്പർ ഓഫ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോസ്റ്റ് മിനിമം ആകുന്നത്, ഇൻവെന്ററി കോസ്റ്റ് മിനിമം ആകുന്നത്. അത് ഓർത്ത് വെച്ചോണേ. നമ്പർ ഓഫ് ഓർഡർ ആണ് നമ്മൾ EOQ വെച്ച് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെയാണ് EOQ മോഡൽ. ഓപ്ഷൻ ബി ആണ് മിനിമം ഇൻവെന്ററി കോസ്റ്റ്. ഇനി അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻവെന്ററി കോസ്റ്റ്? ഇൻവെന്ററി കോസ്റ്റിനകത്ത് വരാത്തത് ഇതിൽ ഏതാണ്? ഓർഡറിംഗ് കോസ്റ്റ് വരുമോ? വരും. എന്താ ഓർഡറിംഗ് കോസ്റ്റ്? നമ്മൾ എത്രയൊക്കെയാണോ ഓർഡർ ചെയ്യണ, ഒരു ഐറ്റം ഓർഡർ ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ്. നമ്മുടെ കമ്പനിയിൽ വേണ്ട സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി അതിനുള്ള പ്രോസസ് ഉണ്ടല്ലോ, അതിന് വരുന്ന കോസ്റ്റ് ആണ് ഓർഡറിംഗ് കോസ്റ്റ്. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാലോ? അത് ക്യാരി ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, മീൻസ് ചിലപ്പോ അത് വെക്കാൻ വേണ്ടി ഒരു ഗോഡൌൺ സെറ്റ് ചെയ്ത് നോക്കാൻ ആള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹോൾഡിംഗ് കോസ്റ്റിൽ വരുന്നത്. സ്റ്റോക്ക് ഔട്ട് കോസ്റ്റോ? സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് ഇതിൽ വരില്ലല്ലോ. അതില് വേറൊരു സാധനമായിരിക്കും നിങ്ങൾ പഠിച്ചത്. ഓർഡറിംഗ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ്, വേറൊരു കോസ്റ്റ് അല്ല. ഓവർ സ്റ്റോക്കിംഗ് കോസ്റ്റ് ഉണ്ട്, അണ്ടർ സ്റ്റോക്ക്, അത് നിങ്ങൾ പഠിച്ചില്ലേ? ഓവർ സ്റ്റോക്കിംഗ് കോസ്റ്റ്, അണ്ടർ സ്റ്റോക്കിംഗ് കോസ്റ്റ്, അതൊന്നും പഠിച്ചില്ലേ? ഇത് ഇക്വേഷനിൽ വരുന്നതല്ലടാ, ഇത് അതിനകത്തുള്ള 4 ടേം വരുന്നതാണ്. ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്. അതിൽ ഈ അണ്ടർ സ്റ്റോക്കിംഗ് ആണ് ഈ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞ. എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്ത വരുമ്പോ നമുക്ക് നഷ്ടം സംഭവിക്കത്തില്ലേ? അതായത് 100 ഓർഡർ വേണം, നമ്മുടെ ആകെ 20 സാധനമേ ഉള്ളെങ്കിൽ അതിനെയാണ് അണ്ടർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. അത് അണ്ടർ സ്റ്റോക്കിംഗ് ആണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ടേം വരുന്നത്. ഓപ്ഷൻ വേറൊന്നും ഇട്ടത് ഇങ്ങനെ ചിലപ്പോൾ വരാൻ കേട്ടോ. ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തന്നെ. എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ കുറെ സ്റ്റോക്ക് എടുത്തു വെക്കും, ആ പൈസ കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യായിരുന്നു. അതാണ് ഓവർ സ്റ്റോക്കിംഗ് കോസ്റ്റ്. ഇങ്ങനെ 4 എണ്ണം ആട്ടോ വരുന്നത്. ഓർഡർ കോസ്റ്റിങ്ങും, ഹോൾഡിംഗ് കോസ്റ്റിങ്ങും, ഓവർ സ്റ്റോക്കിംഗ് കോസ്റ്റ്, അണ്ടർ സ്റ്റോക്കിംഗ് കോസ്റ്റ് കേട്ടാ. ശരി മിസ്സേ. ഓക്കെ. പക്ഷെ നമ്മുടെ ഓപ്ഷൻ ആൻസർ ഏതാ വരുന്നത്? എന്നുവെച്ചാൽ ഒരു ആവശ്യമില്ലാതെ നോഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റ്. അത് നമ്മൾ കോസ്റ്റിംഗിൽ നമുക്കുള്ള സാധനമാണ്. ഇവിടെ അത് വരില്ല. അത് കാണുമ്പോൾ തന്നെ അറിയാതെ കോസ്റ്റിംഗിലുള്ള സാധനമാണ്.
പക്ഷെ ഇത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഇതിലേ വരത്തുള്ളൂ, ഈ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. അപ്പൊ ഇതൊന്നും ഓർത്ത് വെച്ചോണേ. അത് വന്നു. ഞാൻ അതിന് വന്നു. അതായത് വിചാരിച്ചത് ഇതില് ഏത് ഇതാണ് ഇല്ലാത്ത സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് ഫോർമുല ഇല്ലല്ലോ. അതെ പറ. പക്ഷെ ഇങ്ങനെ 4 ഐറ്റം ആണ് അതിനകത്ത് വരുന്നത്, ഓർത്ത് വെച്ചോണം കേട്ടോ. ശരി. ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫോം ഓഫ് ഡിവിഡൻഡ്? ഡിവിഡൻഡിന് പല ഫോം ഉണ്ടല്ലോ, അതില് ഏതാണ്? സ്റ്റോക്ക് ഡിവിഡൻഡ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, സോറി സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. ബോണസ് ഉണ്ട്, ഇൻട്രീം ഉണ്ട്, റൈറ്റ് ഇഷ്യൂ ഉണ്ട്. എ ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. പക്ഷെ ഈ എനിക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് സി ആണോ? അല്ല, സി അല്ല, എ ആണ്. ഫോം ഓഫ് ഡിവിഡൻഡ് അല്ലേ? ഫോം ടൈപ്പ് ഫസ്റ്റ് വന്നാടാ. സ്റ്റോക്ക് സ്പ്ലിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതല്ലല്ലോ വരും. ഒരു മിനിറ്റടാ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണടാ. അതിന്റെ നമ്പർ ഓഫ് ഇത് കൂട്ടുന്ന, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ എണ്ണം കൂട്ടും, വാല്യൂ കുറയ്ക്കും, അതാടാ. അതല്ല വരിക, അത് ഓപ്ഷൻ ആവില്ലല്ലോ അപ്പൊ ഇതില്. എടാ ഓപ്ഷൻ ആവും, ആൻസർ അല്ല. അതന്നെ ആൻസർ. അതിന്റെ ഓപ്ഷൻ ഏഴല്ലല്ലോ വരിക. എന്താണ്, എനിക്ക് മനസ്സിലായില്ല. ഡിവിഡൻഡിന്റെ ഫോം സ്റ്റോക്ക് സ്പ്ലിറ്റ് എങ്ങനെ വരും? സ്റ്റോക്ക് സ്പ്ലിറ്റ് വരില്ലല്ലോ. ഇന്ത്യൻ ഡിവിഡൻഡ് ആയിരിക്കുമല്ലോ ആൻസർ എന്ന്. അല്ലടാ, ഞാൻ എന്റെ സോറി ഞാൻ ഉദ്ദേശിച്ചതേ ഇതില് ഇതല്ലാത്തത് എന്നാണ് ഉദ്ദേശിച്ചതാ. ഞാൻ ഈ ക്വസ്റ്റിനെ ഇത് ഞാനിത് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞതും അങ്ങനെയാ. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അല്ലാത്തന്നല്ല പറഞ്ഞത്. അതെ, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മിസ് പറഞ്ഞായിട്ട് ആൻസർ പറഞ്ഞു. ഞാൻ ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയപ്പോ ഞാനത് അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഇത് എന്നിട്ട് വേറെ ഐറ്റംസ് ഓരോന്നും പെറുക്കി ഇട്ടതായിരുന്നു. ഈ ക്വസ്റ്റിനെ ഞാനത് കറക്റ്റ് ചെയ്തിട്ട് അയക്കാവേ. ശരി മിസ്. അത് ഇങ്ങനെ ഒന്ന് മനസ്സിലാകുന്ന രീതിയിലാക്കിയിട്ടേക്കാം. ഓക്കെ. അപ്പൊ അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ഡിവിഡൻഡ് തിയറി ആണ് ഇറലവന്റ് ആണെന്ന് പറയുന്നത്? നമ്മുടെ ഫേമിന്റെ വാല്യൂവില് ഇറലവന്റ് ആണെന്ന് പറയുന്ന ഏത് തിയറിയാണ്? ഓപ്ഷൻ സി ആണോ? ഏതാടാ? അതാണ് ഇറലവന്റ് ആണെന്ന് പറയുന്ന ഡിവിഡൻഡ്. ബാക്കിയുള്ള വോൾട്ടറിന്റെയും റെലവന്റ് ആണ്. ഗോർഡൻസിന്റെ തന്നെയാണ് ഈ ബേർഡ് ഇൻ ഹാൻഡ്, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലോ, അല്ലേ? അപ്പൊ വോൾട്ടറിന്റെ റെലവന്റ് ആണ്, ഗോർഡന്റെ റെലവന്റ് ആണ്, ബേർഡിൻ. അപ്പൊ ഇറലവന്റ് എന്ന് പറയുമ്പോ അത് ആണ്. ഇനി അടുത്തത് 21ാമത്തത്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഡിവിഡൻഡ് പേ ഔട്ട്? സെയിൽസ് വെച്ചിട്ടല്ല എന്തായാലും നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡിവിഡൻഡ് കൊടുക്കുന്നത്. സെയിൽസ് കൊടുത്തിട്ടല്ല, ആസെറ്റ് വെച്ചിട്ടും അല്ല. അപ്പൊ പിന്നെ എന്താ, ഏർണിങ്സ് നമ്മുടെ കമ്പനിയിൽ എത്ര രൂപ ഇത് റിട്ടേൺ വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ അതിന്റെ പെർസെന്റേജ് ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. സോ ആൻസർ വരുന്ന ഫസ്റ്റ് വൺ ആണ്, ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ഏർണിങ്സ്. ഇനി 22ാമത്തത്. വിച്ച് ഓഫ് ദീസ് ഫാക്ടേഴ്സ് എഫക്ട് ഡിവിഡൻഡ് പോളിസി? ഡിവിഡൻഡ് പോളിസിയെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലീഗൽ റെസ്ട്രിക്ഷൻ ഉണ്ടോടാ? ലീഗൽ റെസ്ട്രിക്ഷൻ ചിലപ്പോ വരാം. കാരണം ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം കുറയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല കമ്പനിക്ക്. അതെ, എന്ന് വെച്ചാൽ നമുക്ക് ചില കമ്പനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത്ര നാള് കഴിഞ്ഞാൽ മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അത് ഇത്ര ശതമാനമേ പറ്റത്തുള്ളൂ. അതും നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. പ്രോഫിറ്റ് ഒന്നേ കറണ്ട് പ്രോഫിറ്റ് അല്ലെ പാസ് പ്രോ, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഡിവിഡൻഡ് പോളിസി. അപ്പൊ നമുക്ക് ചുമ്മാ ഇത്ര പെർസെന്റേജ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ലീഗൽ റെസ്ട്രിക്ഷൻ ഉണ്ട്.
അടുത്തത് അവൈലബിലിറ്റി ഓഫ് ക്യാഷ്, അതുണ്ടാവുക ഉണ്ടാവോ? അവൈലബിലിറ്റി ഓഫ് ക്യാഷ് അത് ഇതില് വരും. വരും. കയ്യിൽ ഇൻക്ലൂഡഡ് പൈസ ആണ്. ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റൂ. ദെൻ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അതെ, ഉണ്ടോ? അതും വരും. അതും വരും. ഓൾ ഓൾ ഓഫ് ഓഫ് ആയിരിക്കും. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓൾ All ഓഫ് of this. ഇത് ചിലപ്പോ ഇത് നിങ്ങൾ പഠിച്ച ചിലപ്പോ ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടർ ആയിട്ടായിരിക്കും അല്ലേ? ഈ അല്ല, ഞാൻ അവൈലബിലിറ്റി പഠിച്ചേ. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണോ പഠിച്ചേ? ഓക്കെ, ഞങ്ങള് പഠിച്ചത് എക്സ്റ്റേണൽ ഇന്റേണൽ എന്ന് പറഞ്ഞ ഫാക്ടേഴ്സ് ആയിട്ടായിരുന്നേ പഠിച്ചത്. അപ്പൊ അതിനകത്ത് എക്സ്റ്റേണലാകത്ത് വരുന്നതാണ് ഈ ലീഗൽ റെസ്ട്രിക്ഷൻ, അതേപോലെ എക്കണോമിയുടെ സിറ്റുവേഷൻ, എക്കണോമി ബൂം ആണോ റിസഷൻ ആണോ അതൊക്കെ എക്സ്റ്റേണൽ വരും. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ വരും. ഇന്റേണലി വരുന്നതാണ് ഈ അവൈലബിലിറ്റി ഓഫ് ക്യാഷ്, പിന്നെ ഷെയർ ഹോൾഡറിന്റെ ഡിസയർ. ചില ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ മാസവും ഇത്ര ശതമാനം വെച്ച് കിട്ടണം, അല്ലെ എല്ലാ വർഷവും ഇങ്ങനെ കിട്ടണം നിർബന്ധം. അപ്പൊ അവരുടെ ഡിസയർ ഇതൊക്കെ ഇന്റേണലി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇന്റേണലി വരുന്നതാണ്. പക്ഷെ അത് ഇവിടെ പ്രാധാന്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഓൾ ഓഫ് ദി എബോ ആണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് 23-ാമത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ സാധനം എന്താണ്? സ്റ്റോക്ക് സ്പ്ലിറ്റ്. എന്താണ് ഇതിപ്പോ ഉത്തരം പറയാലോ, ഓപ്ഷൻ ഇല്ലാത്തത് തന്നെ. ഇതിൽ ഏതിലാ സംഭവിക്കാൻ പോണത്? ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർ. സ്പ്ലിറ്റ് ചെയ്യുമ്പോ തന്നെ ഒരു സാധനത്തിനെ പല പല കഷ്ണങ്ങളായിട്ട് മുറിക്കുക, അപ്പൊ ഷെയറിന്റെ നമ്പർ കൂടും. ഒരു ഡൗട്ട്, ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിന് ഒരു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നല്ലേ? മറന്നുപോയ വേർഡ്. ഞങ്ങൾക്ക് കൺസോൾട്ടേഷൻ. സ്റ്റോക്ക് വെച്ച് തന്നെ ഒരു വേർഡ് തോന്നി എനിക്ക്. സ്റ്റോക്ക് ഔട്ടോ? ഇത് FM അല്ലടാ, ഞങ്ങള് നമ്മുടെ ASA നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇല്ല, അതെന്താ മറ്റേ സ്റ്റാൻഡേർഡ് ആണോ? അതില് ഒരു ഇതേപോലെ കൺസോൾട്ടേഷൻ, അതില് കമ്പനി അക്കൗണ്ട്സ് AS 20 എന്തോ. 21. 21. അതിനകത്ത് ഇതേപോലെ കൺസോൾട്ടേഷനും സ്പ്ലിറ്റും ഒക്കെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയില്ല അതുണ്ടോ, പക്ഷെ അതിനകത്ത് കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ക്ലബ് ചെയ്യും. മനസ്സിലായി. ഇനി അടുത്തതെടാ സ്റ്റോക്ക് റീപർച്ചേസ്. എന്താടാ സ്റ്റോക്ക് റീപർച്ചേസ്? തീരുമ്പോ വീണ്ടും മേടിക്കുന്നതായിരിക്കാം. എന്താ ഒരാൾ പറഞ്ഞു, ആരോ പറഞ്ഞു ബൈബാക്ക് ആണ്. നമ്മൾ ഇഷ്യൂ ചെയ്ത സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു വാങ്ങുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് സ്റ്റോക്ക് റീപർച്ചേസ്. ഈ ടേം ഓർത്ത് വെച്ചോണേടാ, കൺഫ്യൂഷൻ വരാം. ബൈബാക്കിന്റെ വേറൊരു പേര്, അല്ലെങ്കിൽ സ്റ്റോക്ക് പർച്ചേസിന്റെ വേറൊരു പേരാണ് ബൈബാക്ക്. ബൈബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പം സ്റ്റോക്ക് റീപർച്ചേസ്. അടുത്ത 25-ാമത്തെ ക്വസ്റ്റ്യൻ. വൺ മേജർ റീസൺ ഫോർ സ്റ്റോക്ക് റീപർച്ചേസ് എന്തിനായിരിക്കും? ചുമ്മാ ഒന്ന് ഗസ് അടിച്ച്. സോറി, ഇല്ല ഒന്നുമില്ല. ഇംപ്രൂവ് ഫിനാൻഷ്യൽ സി ആണോ? സി ഓർ ഡി? ഇംപ്രൂവ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ സ്റ്റോക്ക് റീപർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപിറ്റലിന് എന്തായിരിക്കും സംഭവിക്കണേ? കൂടും. ക്യാപിറ്റൽ കൂടുക? അതെങ്ങനെ ക്യാപിറ്റൽ കൂടുന്നേ? അല്ല, നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് കൂടും. സോറി, ക്യാപിറ്റൽ കുറയും. അതല്ല കഥ. നമ്മുടെ ഇഷ്യൂ ചെയ്ത സാധനമാണ് നമ്മൾ തിരിച്ചു വാങ്ങുന്നത്. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തില്ലേ, അത് നമ്മൾ തിരിച്ചു വാങ്ങുമല്ലേ. അപ്പം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ കൂടുമല്ലോ, ഷെയർ ക്യാപിറ്റൽ കൂടും. അപ്പൊ നമ്മളിത് തിരിച്ചു വാങ്ങുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എന്ത് സംഭവിക്കും? തിരിച്ചു വാങ്ങുമ്പോ എങ്ങനെയാണ് കൂടുന്നത്? ഷെയർ അത്രയും കുറയുമല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം 1 ലക്ഷം രൂപയുടെ ഷെയർ ഞാനൊരു കമ്പനിയാന്നിരിക്കട്ടെ, ഞാൻ ഇഷ്യൂ ചെയ്തു 1 ലക്ഷം രൂപയുടെ ഷെയർ. എന്റെ കയ്യിൽ നിന്ന് പോയി, എന്നിട്ട് ഞാൻ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? ആൾക്കാർ മേടിച്ചിട്ട് മേടിച്ചിട്ട് എനിക്ക് പുണ്യം കിട്ടാനാണ്. എന്തിനായിരിക്കും? ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടിയല്ലേ? അതെ.
അപ്പം ഞാൻ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ എനിക്ക് ക്യാപിറ്റൽ കിട്ടി. അപ്പൊ എനിക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ലൈബിലിറ്റി അല്ലേ കൂടുന്നത്. എന്നിട്ട് ഞാൻ പുറത്തുള്ള ഒരാൾക്ക് 1,00,000 രൂപ കൊടുക്കണം. ഞാൻ അവന്റെ നിന്ന് കടം വാങ്ങിയതല്ല, മീൻസ് കടം ഇൻ ദ സെൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് വാങ്ങിയതല്ല. അപ്പം ലൈബിലിറ്റി അല്ലേ. അതെ. അപ്പൊ ഞാൻ വിറ്റ 1,00,000 രൂപയുടെ സാധനം ഞാൻ തന്നെ തിരിച്ചു മേടിക്കുമ്പോ എന്റെ ക്യാപിറ്റലിന് എന്ത് സംഭവം, അല്ലെങ്കിൽ ലൈബിലിറ്റി എന്ത് ചെയ്യും? എന്റെ ഷെയർ എത്രയും, ഷെയർ ക്യാപിറ്റൽ എത്രയും എന്ത് പറ്റും? അപ്പൊ ലൈബിലിറ്റി എത്ര? അപ്പൊ എന്റെ ഫിനാൻഷ്യൽ റേഷ്യോസ്, എന്റെ ക്യാപിറ്റൽ ലിവറേജ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ റിട്ടേൺ, അതൊക്കെ ബെറ്റർ ആവും. കാരണം നേരത്തെ ആയിരുന്നപ്പോ എന്റെ പ്രോഫിറ്റിൽ നിന്ന് ഈ 1,00,000 ഉള്ള ഷെയർ ഹോൾഡേഴ്സിനും ഞാൻ എന്ത് കൊടുക്കണം? പ്രോഫിറ്റ് കൊടുക്കണം. ഇനിയിപ്പോ കൊടുക്കണോ? വേണ്ട. അപ്പൊ എന്റെ ഫിനാൻഷ്യൽ ഇത് അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ ശരിയാവല്ല തലയില്. മനസ്സിലായോ? ഒന്ന് പറഞ്ഞോ, കണക്ട് ആയോ? സംഭവം മനസ്സിലായി. ഓക്കെ. ഇത് നമ്മുടെ പ്രശ്നം എന്തോ, ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. ഓപ്ഷൻ കാണുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് അറിയാവുന്ന തന്നെ. അപ്പൊ പെട്ടെന്ന് ഇതല്ലേ അതല്ലേ നമ്മൾ പിന്നെ ചിന്തിക്കാൻ നോക്കത്തില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെച്ചോണേ. 25ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിച്ചൊക്കെ ഒന്ന് ഓർത്തോണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് തോന്നുന്നു. അങ്ങനെ 1-2 തെറ്റി പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഒന്നുകൂടെ ഒന്ന് നോക്കണേ. ഇനി അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. വെൻ കാൽക്കുലേറ്റിംഗ് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി യൂസിങ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ വിച്ച് ഫോർമുല ഈസ് യൂസ്ഡ്? ഡിവിഡൻഡിന്റെ ഫോർമുല ഇതിൽ ഏതാടാ യൂസ് ചെയ്യുന്നതാണ്? ഇതിൽ ഏതാണ് നോർമലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനം? അത് എ അല്ലേ? എ ആണ്. അത് ആരുടെ മോഡലാടാ? ഇത് അയ്യോ മോഡലാ. ഗ്രോത്ത് മോഡൽ. ഗ്രോത്ത് മോഡൽ. അപ്പൊ അത് എളുപ്പമായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു അത് നിങ്ങൾ തെറ്റിക്കരുത്, നിങ്ങൾ കറക്റ്റ് ആക്കി. എളുപ്പമുള്ളതൊക്കെ ആണ് നിങ്ങൾ തെറ്റിക്കുന്നത്. ഇനി അടുത്തത് FSN, ഇതിന്റെ ഫുൾ ഫോം അറിയാവോ? ഫാസ്റ്റ് സ്ലോ ഗുഡ്സ്. ഫാസ്റ്റ് സ്ലോ നോൺ മൂവിങ് ഗുഡ്സ്. അപ്പം ഇത് എന്തിലായിരിക്കും ഇപ്പൊ നോക്കുന്നത്? ഇപ്പൊ കിട്ടി കാണുമല്ലോ. എന്ത് ബേസിസിലാണ്? മൂവ്മെന്റിന്റെ ഇത് വെച്ചിട്ട്. ഇത് കൂടാതെ ഇതിൽ വരുന്ന വേറെ ഏതൊക്കെ അറിയാടാ? ലിഫോ, ഫിഫോ, SOS അറിയാമോ? അതേതാ മിസ്? സീസണൽ, ഓഫ് സീസണൽ. ഓക്കെ, അറിയില്ല. അതറിയാം. വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ. പിന്നെ വരുന്നതാണ് നമ്മുടെ ABC. ഞാൻ എഴുതുന്നതൊക്കെ നിങ്ങളൊന്ന് ഒപ്പിച്ച് വായിച്ച് മനസ്സിലാക്കിയോണേടാ. നല്ല പാടായിരുന്നു എഴുതുന്നത്. പറഞ്ഞാ മതി. ഓക്കേടാ, ഓക്കെ, ശരി. ABC. പിന്നെ വരുന്നത് ഏതായിരുന്നു? FSN, ABC, VED, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഗവൺമെന്റിന്റെ ഒരു ഇത് വരുന്നുണ്ടായിരുന്നു. ഗവൺമെന്റ്, അതേപോലെ ലോക്കല്, ഗോൾഫാന്ന് തോന്നുന്നു. GOLF. അറിയില്ല മിസ് അതിനെ പറ്റി. അത് കേട്ടിട്ടില്ല. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തിട്ടോടാ. ഗോൾഫ്, SOSും ഗോൾഫും. ശരി. ഗോൾഫ് നോക്കട്ടെ, വേറെ ഇല്ലെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. ഗോൾഫിന്റെ ഫുൾ ഫോം വരുന്നത് ഗവൺമെന്റ് ഓർഡിനറി ലോക്കൽ ഫോറിൻ സോഴ്സ്. ഇത് മിസ് ഈ PDF ഇടുമ്പോ അതൊന്ന് ഫുൾ ഫോം ഒന്ന് ഇടാമോ? അങ്ങനെ അയക്കാന്ന. അല്ലെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. കുഴപ്പമില്ല, ഞാൻ PDF-നകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാതെ. ശരി, ഓക്കെ. അപ്പം ഇനി അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ. എ ഫേം വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് മോർ സെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ. എന്തിലായിരിക്കും ചേഞ്ച് വരുന്നത്? എന്തുമായിട്ടായിരിക്കും സെൻസിറ്റീവ്? ഏത് സെൻസിറ്റീവ് ആകുമ്പോ ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് ആണെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ ആരുടെ കാര്യമാണ് പറയുന്നത്? ഡെറ്റിന്റെ കാര്യമല്ലേ പറയുന്നത്? ഡെറ്റ് ഇക്വിറ്റി ആകുമ്പോൾ ഡെറ്റിന്റെ കാര്യം. അപ്പൊ ഡെറ്റ് ആകുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഇത് എന്തായത്. ഇപ്പൊ ഡെറ്റ് കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് വരുന്നത്?
ഡെറ്റ് കൂടുന്നതല്ലേ നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് കൂടുന്നത്. ഡെറ്റ് പിന്നെ കടമല്ലേ മിസ്സേ? എടാ കടവല്ലേടാ റിസ്ക് ഫാക്ടർ ഉള്ളത്. ഇക്വിറ്റി ആകുമ്പോ നമുക്ക് റിസ്ക് കുറവല്ലേ, നമ്മൾ ഓണേഴ്സ് അല്ലേ, പൈസ ഇല്ലേ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതുപോലല്ല ഡെറ്റ്. അപ്പൊ നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെ ഡെറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടാകുമ്പോഴത്തേക്കും കൂടുതൽ ഡെറ്റ് ആകുമ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് ഭയങ്കര കൂടുതൽ. ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഉള്ളപ്പോ അവർ ഏത് ടൈപ്പ് ലിവറേജ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് ആയിരിക്കും, ലോ ആയിരിക്കുവാ? ചുമ്മാ ഒരു കോമൺ സെൻസ് വെച്ചെന്ന് പറഞ്ഞു നോക്കിയേ. ഹൈ ആയിരിക്കോ ലോ ആയിരിക്കോ? ഹൈ ആയിരിക്കും. ഹൈ ആയിരിക്കും. കയ്യിൽ കാശ് മീൻസ് തുടങ്ങുമ്പോ തന്നെ നമ്മൾ റിസ്ക് എടുക്കുവാടാ, ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഇത്ര ഒരുപാട് പൈസ നമുക്ക് അറിയില്ലല്ലോ ഇത് ക്ലിക്ക് ആവുമോന്ന്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് ലോ ഗിയറിലേ പോകത്തുള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ 4 ഇട്ടിട്ടാണോ പോണത്? അല്ല മിസ്സേ. അപ്പൊ അത് വെച്ച് ഓർത്താ മതി. ഇതിന് പറയുന്ന വേറൊരു പേരാട്ടോ ഗിയർ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫിനാൻഷ്യൽ ഗിയറിംഗ് ഗിയറിംഗ്. റേഷ്യോ. ആ അത് വീട്ടാകുമ്പോ Trading equity. അപ്പൊ നമ്മൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിൽ എപ്പോഴും ലോ ലിവറേജിലായിരിക്കും പോകുന്നത്. ഒരു പോയിന്റ് എത്തി അത്യാവശ്യം ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കൂട്ടത്തുള്ളൂ നമ്മുടെ ഡെറ്റ്. ഓക്കെ, അപ്പം ഇതിൽ വരുന്ന ഓപ്ഷൻ സി ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഇതിൽ പറയുന്നതിൽ ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അത് കറക്റ്റ് ആണെന്ന് പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ്? ഏതാടാ? യൂസ് ഓഫ് ഡെറ്റ് ഓൾവേസ് ഇൻക്രീസസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആണോ? എപ്പോഴും ഡെറ്റ് കൂട്ടുവാ? ഡെറ്റോ എപ്പോഴും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടുവാ? Option C. ഓപ്ഷൻ സി. എന്താ? Debt increases financial risk Debt due to increases fixed. financial risk due to fixed obligations. ഒബ്ലിഗേഷൻ എപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഇല്ലെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്. ഹൈ ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ഡെറ്റ് കൂടുന്നതോറും നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് കൂടും, അപ്പൊ റിസ്കും കൂടും. റിട്ടേൺ ഏർണിങ്സ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ പാർട്ടാണോ? ക്യാപിറ്റൽ, അതെ, ക്യാപിറ്റൽ അതെ. സ്ട്രക്ചറിന്റെ പാട്ടാണ്. ഇക്വിറ്റി, പ്രിഫറൻസ്, ഡെറ്റ്, റിട്ടേൺ ഏർണിങ്സ് എല്ലാം അതിന്റെ പാർട്ടാണ്. ഇക്വിറ്റി ഫിനാൻസ് ഈ പ്ലോയിങ് ബാക്ക് എന്താ സംഭവം? വല്ലോ ഇതിന്റെ എന്തുവാടാ? റിലേറ്റഡ് ആണ്. പ്ലോയിങ് ബാക്ക്. ഫ്ലോയിങ് ബാക്കോ? അതൊരു ഫോർമുല കണ്ടതാ. എനിക്കറിയില്ല അത് ഞാൻ നോക്കാം. ഫിനാൻഷ്യൽ. അയ്യോ, പക്ഷെ ആ ടേം ഞാൻ Retail earnings തന്നെയാണ് flowing back of capital എന്ന് പറയുന്നത്. ഏതാടാ? ഫ്ലോയിങ്. Retained earnings തന്നെ പറയുന്നത് flowing back of capital. ഇതില് ഞാൻ അങ്ങനെ ടേം കണ്ടില്ലായിരുന്നേ. നീ പറഞ്ഞു ഫ്ലോയിങ്. നമ്മുടെ ശശി കെ ഗുപ്തയുടെ ബുക്കിൽ അതുണ്ട്. നീ ടേം എന്ന് പറഞ്ഞേടാ. ഫ്ലോയിങ് ബാക്ക്, പ്ലോയിങ് ബാക്ക്, BACK. ഓക്കെ, ഞാനത് നോക്കാടാ. ഓക്കെ. ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റിനകത്ത് ഞാൻ 3 ടെക്സ്റ്റ് വെച്ചായിട്ടാണ് ഇത് എടുത്തത്. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ടേം ഞാൻ കണ്ടില്ല. അതാണ് ഞാൻ. നോക്കാടാ. അങ്ങനെയാണ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം, ഒരു പുതിയ ടേം. ശരി. ഓക്കെ, ഇനി അടുത്തത് 30. എ കമ്പനി ഇഷ്യൂ. ഇത് നിങ്ങൾ ചെയ്തിട്ട് പറ. ഞാനൊരു പ്രോബ്ലം ആഡ് ചെയ്തു. എ കമ്പനി ഇഷ്യൂസ് 10% ഡിബെഞ്ചർ അറ്റ് par if the corporate tax is 30%. what is the after tax cost of debt? കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയായിരിക്കും? ഓപ്ഷൻസ് വേണം, ഞാൻ തരാം. ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന് ചെയ്ത്. ഇക്വേഷൻ അറിയാലോ? എത്ര ആയിരിക്കും എടാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അതെങ്ങനെയാ വന്നേ? 30% ആണല്ലേ മിസ്? അപ്പൊ കോർപ്പറേറ്റ് ടാക്സ് 10% 10 അങ്ങനെ എന്തോ എടുത്തു. അങ്ങനെയുള്ള വേറെ ആർക്കെങ്കിലും അറിയാവോ? 13 ആണോ?
13 അല്ല. അറിയില്ല മിസ്. ആ ആൻസർ വെച്ച് ബാക്കിയുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇല്ല 7ഉം 10ഉം ഞാൻ പറഞ്ഞില്ല കേട്ടോ മിസ്സേ. അത് പറഞ്ഞോണ്ട് അതാണ് ആൻസർ വരുന്നത്. എടാ ഇതില് ഇക്വേഷൻ വരുന്നത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണോ എത്രയാണ് 10%. 10% ഇൻറ്റു 7% അല്ലേ? അതന്നെ എന്ന് വെച്ചാൽ 10% 7%. ടി എന്ന് പറയുമ്പോ എത്രയാ ടാക്സ് അല്ലേ. അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റ് ഇപ്പൊ തൽക്കാലം ഞാൻ എന്ന് ഇടുവാണ് ഇൻട്രസ്റ്റിന്. അപ്പൊ 1 മൈനസ് 30% എന്ന് പറയുമ്പോ എത്ര വരുവാടാ 0.30 അല്ലേ? അതെ അല്ലേ 0.30. അപ്പൊ 10%, 10 ഇൻറ്റു എത്ര വരും 1 മൈനസ് 0.30. അപ്പൊ കഴിഞ്ഞ 0.70 അല്ലേ? അപ്പൊ 10 അങ്ങനെ. ഓക്കെ ഓക്കെ. എത്ര വരും 7%. ഇത് ഞാൻ ആ സ്പെസിഫിക് പ്രോബ്ലം കോഴ്സിനകത്ത് പഠിക്കണം. ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. 1 മൈനസ് ഇത് ടി അല്ല 1 ആട്ടോ. ഇത് 1 ഇത് നമ്മുടെ ഇൻട്രസ്റ്റ്. ഇവിടെ 10%. 1 മൈനസ് ടി ടാക്സ് ടി. അപ്പൊ 30.30 കൊടുക്കണം. ഓക്കെ. ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനമല്ലേ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ പ്രോബ്ലം എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായോടാ? മനസ്സിലായി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 31. വാട്ട് ഡസ് ആൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എയിം ടു? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെറ്റും ഇക്വിറ്റിയും ഒക്കെ ഉള്ള നമ്മുടെ ക്യാപിറ്റൽ റേസ് ചെയ്ത ക്യാപിറ്റലിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ. ഓപ്ഷൻ സി. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ വാല്യൂവിനെ മാർക്കറ്റ് വാല്യൂ നമ്മുടെ ഷെയറിന്റെ വാല്യൂവിനെ മാക്സിമൈസ് ചെയ്യുക. അത് പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു? ഒരു 5 പറഞ്ഞേ. നേച്ചർ ഓഫ് ദ ബിസിനസ്. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നേച്ചർ ഓഫ് ദ ബിസിനസ്, പിന്നെ പോളിസി, എന്താ ഫ്ലെക്സിബിലിറ്റി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റല്, കൺട്രോള്. പിന്നെ അത് പഠിച്ചിട്ടില്ലേ? എന്നുവെച്ചാൽ നന്നായിട്ട് ഇപ്പം കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ഫേം ആണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തായിരിക്കും കൂടുതല്? ഡെപ്റ്റ് ആയിരിക്കും. അതെ, ഡെപ്റ്റ് ആയിരിക്കും കൂടുതൽ. കാരണം ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവരാരും ഓണേഴ്സ് ആകത്തില്ല അല്ലെ, ഷെയർ ഹോൾഡേഴ്സ് ആകത്തില്ല, ക്രെഡിറ്റർ മാത്രമാ അല്ലേ? അതെ മിസ്. അതെ, നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സഡ് ഒരു ഇൻകം ഉള്ള, അല്ലെ സ്ഥിരമായിട്ട് നമുക്ക് എപ്പോഴും ഇൻകം വരുന്ന ഒരു ഫേം ആണെങ്കിൽ അവർ കൂടുതൽ ഏത് പ്രിഫർ ചെയ്യും? ഡെറ്റ് ആയിരിക്കും ഇക്വിറ്റി ആയിരിക്കുമോ? ഇക്വിറ്റി ആയിരിക്കില്ലേ? അല്ല, ഡെറ്റ് ആയിരിക്കത്തില്ലേ? കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഡെറ്റ് വെച്ച് നമുക്ക് മാർക്കറ്റ് ഷെയർ വാല്യൂ കൂട്ടാം. പ്ലസ് നമുക്ക് സ്ഥിരമായിട്ട് വരുമാനം ഉണ്ട്, നമുക്ക് ഇൻട്രസ്റ്റ് കവർ ചെയ്യാൻ പറ്റും. ആ ഇൻട്രസ്റ്റ് കവർ ചെയ്ത് നമുക്ക് മാസം അല്ല പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാനും പറ്റും. ആ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് വെച്ച് നമുക്ക് ടാക്സ് ബെനിഫിറ്റും കിട്ടും. ഇക്വിറ്റി ആകുമ്പോൾ അങ്ങനത്തെ പരിപാടി ഇല്ലല്ലോ. ഇതൊക്കെ ചുമ്മാ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. പിന്നെ വരുന്നത് എന്താണ് അതുമായിട്ട് വരുന്ന ഡെറ്റ്? ഇനി അടുത്തത് വരുന്നത് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് മാനുഫാക്ചറിങ് ഫേം എങ്ങനെയാണ്? മാനുഫാക്ചറിങ് ഫേമിന്റെ എങ്ങനെയായിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആരിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്യാഷ്. ക്യാഷ് എല്ലാം ഇങ്ങനെ വട്ടത്തിക്കുന്ന കറങ്ങും. എന്നാലും തുടങ്ങുന്നത് ഇപ്പൊ മാനുഫാക്ചർ ആകുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ വരുമല്ലോ അല്ലെ? അപ്പൊ എന്തുമായിരിക്കും? റോ മെറ്റീരിയൽ വരും അല്ലേ? റോ മെറ്റീരിയൽ അല്ലേ വരുന്നത്? ഇതിലെ ഓപ്ഷൻ അല്ല ഞാൻ പറയുന്നത്. ആ ഓപ്ഷനിലോട്ട് എത്തുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ആദ്യം റോ മെറ്റീരിയൽ ആയിരിക്കും. ആ റോ മെറ്റീരിയൽ എന്താവൂടാ? വർക്ക് ഇൻ പ്രോഗ്രസ്.
കറക്റ്റ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആവും. അത് പിന്നെ എന്താവും? ഫിനിഷ്ഡ് ആവും. അത് കഴിയുമ്പോഴത്തേക്ക് അത് എന്തിലോട്ട് പോകും? സെയിൽസ് Sales. നടന്ന് ഡെറ്റർ ആവും. ഡെറ്റർ ഇപ്പൊ ക്രെഡിറ്റിലാ വിറ്റെന്നിരിക്കട്ടെ, ഡെറ്റർ ക്യാഷ് ആവും. എന്താവും? ക്യാഷ് ആവും. ഇതിങ്ങനെ വട്ടത്തിൽ കിടന്ന് കറങ്ങുമ്പോ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങോട്ട് വരച്ചേട്ടോടാ. അപ്പൊ ക്യാഷ് ആവും. അപ്പൊ ഈ റോ മെറ്റീരിയലും വർക്കിംഗ് ക്യാപിറ്റലും ഫിനിഷ്ഡ് ഗുഡും വരെ എന്താണ്? ഇൻവെന്ററി പീരീഡ് ആണല്ലേ? അതെ. ഇൻവെന്ററി അല്ലേ? അതെ. ഇത് ഇത്ര ഡെറ്റർ ആയി ഡെറ്ററിനെ ക്യാഷ് ആക്കുന്നതിനെയാണ് അത് അവിടെ ഒരു കളക്ഷൻ പീരീഡ് വരുന്നത്. ശരിക്കും ഇതാണ് നമ്മുടെ വഴി. ഈ വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. അതിനെ ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കിയാണ് ഈ ഓപ്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഹോൾഡിംഗ് പീരീഡ് മാത്രമായിരിക്കുമോ? അല്ല, അവിടെ കളക്ഷൻ പീരീഡും വരും. ക്യാഷ് കൺവേർഷൻ മാത്രമായിരിക്കുമോ? അല്ല, കാരണം മാനുഫാക്ചറിങ് ഫേം ആണ്. ആദ്യം ഇൻവെന്ററിയുടെ റോൾ അവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് ഇൻവെന്ററി അല്ല, ഇൻവെന്ററി എല്ലാം മാനുഫാക്ചറിങ് ആയതുകൊണ്ടാണ് ഇൻവെന്ററി പീരീഡും വരുന്നത്. ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ റെഡ്യൂസ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റലിനെ കുറയ്ക്കുന്നത് ഇതിൽ ഏത് സാധനമാണ്? ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ, ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ, ഇൻക്രീസ് ഇൻ ഇൻവെന്ററി, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഓൺ ക്യാഷ്. ഇതിൽ ഏതാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറയ്ക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിനെ കുറയ്ക്കുന്നത് അക്കൗണ്ട് പേയബിൾ. അക്കൗണ്ട് പേയബിൾ. കാരണം വർക്കിംഗ് ക്യാപിറ്റല് അസറ്റ് കൂടുമ്പോഴത്തേക്കും എന്ത് കൂടും? വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അപ്പൊ ഈ പറഞ്ഞതെല്ലാം രണ്ടും മൂന്നും അല്ല രണ്ടും മൂന്നും നാലും ഒക്കെ എന്താണ്? നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. മറ്റേത് മാത്രം എന്താണ്? കറണ്ട് ലൈബിലിറ്റി. കറണ്ട് ലൈബിലിറ്റി വന്നാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. Then 34ാമത്തെ ക്വസ്റ്റ്യൻ, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താ? റെഫേഴ്സ് ടു വാട്ട്? വർക്കിംഗ് ക്യാപിറ്റൽ നീഡഡ് ഒക്കേഷണലി. വല്ലപ്പോഴും കിട്ടുന്നതിനെ നമ്മൾ പെർമനന്റ് എന്ന് പറയുമോ? ഇല്ല. വർക്കിംഗ് ക്യാപിറ്റൽ ദാറ്റ് ചേഞ്ചസ് ഫ്രീക്വന്റ്ലി, എപ്പോഴും മാറി മാറി വരുന്നത് വരുമോ? ഇല്ല. മിനിമം ലെവൽ ഓൾവേസ് റിക്വയർഡ്. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിൽ ഏതായിരിക്കും? അപ്പം ഓപ്ഷൻ സി ആണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ബിസിനസിന് ബേസിക് ആയിട്ട് മിനിമം വേണ്ട ഒരു ലെവൽ, ഓപ്പറേഷന് വേണ്ട വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്ന പേരാണ് പെർമനന്റ്. പിന്നെ വരുന്നതാണ് ടെമ്പററി അല്ലെങ്കിൽ സീസണൽ. അത് ചേഞ്ച് ചെയ്യും. ചിലപ്പം ഓരോ പ്രോഡക്റ്റിന് സീസണൽ ഡിമാൻഡ് കൂടുമ്പോൾ അപ്പൊ അവിടെ ഒരുപാട് പ്രൊഡക്ഷൻ നടത്തണം. അപ്പൊ അവിടെ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം വരും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്. മിനിമം ലെവൽ ഓൾവേസ് റിക്വയർഡ് ഫോർ ഓപ്പറേഷൻ. ദെൻ അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് സ്പോണ്ടേനിയസ് ഓൾസോ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിങ്? സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ എന്താടാ? പെട്ടെന്നുണ്ടാവുന്നത്. പെട്ടെന്ന് മീൻസ് ഇപ്പൊ അപ്പൊ ഇതിൽ ഏതായിരിക്കും? പെട്ടെന്ന് കിട്ടുന്നത് നമുക്ക് കൊമേഴ്സ് പേപ്പർ. ഓക്കെ. പക്ഷെ ഇത് ഈ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞ അർത്ഥം അതാണ്. പക്ഷെ ഇത് സ്പോണ്ടേനിയസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് ഉണ്ടാകുന്ന വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെ ഒരു കറണ്ട് അസറ്റ് എന്ന്. അല്ല, ആ ഒരു കറണ്ട് അസറ്റ് അല്ലോ വർക്കിംഗ് സോഴ്സ് എന്ന് പറയുന്നതാടാ സ്പോണ്ടേനിയസ്. അപ്പൊ ഓപ്ഷൻ ബി ആണ്. കാരണം ട്രേഡിൽ നിന്നുണ്ടാകുന്ന ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കടം കൊടുക്കുക, അതൊരു സോഴ്സ് അല്ലേ നമുക്ക്? കാരണം നമ്മളൊരു ഡെറ്റർ അല്ലേ അവിടെ ക്രിയേറ്റ് ആകുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ്. സംഭവം തന്നെയാണ്. പെട്ടെന്നിന്റെ അർത്ഥം നമ്മുടെ ബിസിനസ്സിൽ നിന്ന്, നമ്മുടെ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് റേസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഫിനാൻസിങ്. ഓക്കെ, ഇത് ഒന്ന് ഓർത്ത് വെച്ചോണേ, ഒരു ടേം ആണ്. ട്രേഡ് ക്രെഡിറ്റ് എത്ര നാളത്തേക്ക്? 1 year ആണോ? എല്ലാം ഈ കറണ്ട് വരുമ്പോ എല്ലാം ലെസ് ദാൻ 1 year ആടാ. അതിപ്പം കൊടുക്കാനാണെങ്കിലും കിട്ടാനാണെങ്കിലും ഒക്കെ. പക്ഷെ നീ കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ കാര്യം ഉദ്ദേശിച്ചതേടാ. അത് നീ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആണ്. പക്ഷെ അത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലല്ലോടാ.
വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ് ഓക്കെ. റിലേറ്റഡ് അല്ലേടാ. മറ്റേത് നമ്മള് മറ്റേ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മളത് യൂസ് ചെയ്ത് നമ്മള് ഇതായിട്ട് എടുക്കുന്നതല്ലേ. ഇത് ബിസിനസ്സിൽ നിന്ന് എടുക്കുന്നതാണ്. നമ്മൾ ഡേ ടു ഡേ ബിസിനസ്സിൽ നിന്ന് റേസ് ചെയ്യുന്നത്. കേട്ടോ? ഓക്കെ ആ സ്പോണ്ടേനിയസ് സോഴ്സ് അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ ഓക്കെ അല്ലേടാ? ഓക്കെ നമസ്തേ. ഇനി അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ. ക്യാഷിന് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന് നമുക്ക് പല മോട്ടീവ്സ് ഉണ്ടാവും. എന്തൊക്കെയാണ് ആ മോട്ടീവ്സ്? പ്രിക്കോഷണറി മോട്ടീവ്, ട്രാൻസാക്ഷൻ മോട്ടീവ്, മോട്ടീവ്, സ്പെക്കുലേഷൻ. സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അതില് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ, നമ്മുടെ കയ്യിലുള്ള പൈസ. സ്പെക്കുലേറ്റീവ് എന്ന് പറയുമ്പോഴോ പ്രത്യേകതരമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ടെന്ന് വരുവാണെങ്കിൽ അല്ല, പ്രത്യേക ഒരു ആവശ്യത്തിനല്ല അല്ല, സ്പെക്കുലേറ്റീവ്. എന്തെങ്കിലും പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി നീക്കി ഇൻവെസ്റ്റ്മെന്റ് വെക്കുന്നു. എന്തെങ്കിലും നടത്തണമെങ്കിൽ അതന്നെ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് ഒരു ഷോർട്ട് ടേം ആയിട്ട് പെട്ടെന്ന് ഒരു ഷെയറിന്റെ വില കുറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ചാൻസ് നമുക്ക് കിട്ടുമ്പോ ആ വരുന്ന ഓപ്പർച്യൂണിറ്റിയെ ക്യാഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കാശ് വേണമല്ലോ. അത് വാങ്ങാൻ വേണ്ടി ഇപ്പൊ പെട്ടെന്ന് ഒരു സ്ഥലത്തിന്റെ വില, അപ്പുറത്ത് സ്ഥലത്തിന്റെ വില, അപ്പൊ നമ്മുടെ കാശ് വേണം. അങ്ങനെയുള്ളത് അത് ഷെയറിന്റെ കാര്യത്തിൽ ഏതെങ്കിലും രീതിക്ക് ഒരു പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് അത് നമുക്ക് മുതലാക്കാൻ വേണ്ടി നമ്മുടെ പൈസ വേണം. അതിനാണ് സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിക്കോഷണറി എന്തായിരിക്കും? പ്രിക്കോഷൻ എന്തെങ്കിലും പ്രശ്നം വന്നാലോ വെച്ച് മാറ്റി വെക്കുന്നത്. അത് തന്നെ, കണ്ടീജൻസി, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന സാധനം, ഒരു എക്സ്പെൻസ് പെട്ടെന്ന് വന്നാൽ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോൾഡ് ചെയ്യുന്ന പൈസയാണ് നമ്മൾ പ്രിക്കോഷണറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ഒന്നാമത്തെ എന്തുവായിരിക്കും എടാ? അതാണ് ഈ ട്രാൻസാക്ഷൻ. രണ്ടാമത്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്ത്? സ്പെക്കുലേറ്റീവ്. മൂന്നാമത്താണ് നമ്മുടെ പ്രിക്കോഷണറി. പേയിങ് ഡിവിഡൻഡും നോർമലി നമുക്ക് വരുന്നതല്ലേ, നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ അപ്പൊ അത് ഇങ്ങനെയാണ് ഈ 3 വരുന്നത്. പിന്നെ ഇത് കൂടാതെ ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റിനകത്ത് ഒരു കോമ്പൻസേറ്റിംഗ് ഇങ്ങൂടെ ഉണ്ട്. എന്റെയിലും ഉണ്ട്. മോട്ടീവ് അതും ഉണ്ട്. പക്ഷെ നോർമലി പറയുന്ന ഈ 3 കേട്ടോ, ട്രാൻസാക്ഷനും പ്രിക്കോഷണറിയും സ്പെക്കുലേറ്റീവും. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ സി ആണ്. നമ്മള് 50 ക്വസ്റ്റ്യൻസ് ആണോ ഇന്ന് നോക്കുന്നത്? ഇന്ന് 5 എണ്ണം നോക്കാനാടാ വിചാരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ? ഓക്കെ അല്ല ഞാൻ ചോദിച്ചതാ. ഓക്കെ നോക്കട്ടെടാ, അതിന് മുമ്പ് എന്റെ ഫോൺ ഓഫായി പോകുന്നത്. അല്ല 50 മതി. കാരണം നാളെ അപ്പൊ ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞാലേ നമുക്ക് FM-ന്റെ ഫുള്ള് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ ശരി. ഞാൻ 50 പ്ലാൻ ചെയ്തത്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാഷ് ഇൻഫ്ലോ? ക്യാഷിന്റെ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ഇൻഫ്ലോ ആണ് സെയിൽസ്. കേട്ടില്ലടാ. നമ്മുടെ ബിസിനസ്സിലോട്ട് ക്യാഷ് വരുന്നത് ഇൻഫ്ലോ. ഫ്ലോ എന്ന് പറയുമ്പോഴാണടാ ചേഞ്ച്. ഇൻഫ്ലോ എന്ന് പറയുമ്പോ കമ്പനിക്ക് അകത്തോട്ട് വരുന്നത്. അതാ ഞാൻ പറഞ്ഞ സെയിൽസ്. ഓക്കെ, സെയിൽസ് വരുമ്പോ നമ്മുടെ റവന്യൂ ക്യാഷ് ഇങ്ങോട്ട് വരും. അപ്പൊ ഇതിൽ ഏതാണ് ക്യാഷ് ഇൻഫ്ലോ വരുന്നത്? പേയ്മെന്റ് ടു ക്രെഡിറ്റർ ആണോ? ക്രെഡിറ്റർക്ക് പേ ചെയ്യുമ്പോൾ ഔട്ട്ഫ്ലോ ആണല്ലേ? ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ആണോ? പർച്ചേസ് ഓഫ് ഇൻവെന്ററി ആണോ? പേയ്മെന്റ് ഓഫ് വേജസ് ആണോ? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തു, പക്ഷെ പൈസ നമുക്ക് അകത്തോട്ടാ വരുന്നത് അല്ലേ? അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇനി അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ. ടൈറ്റനിങ് ക്രെഡിറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ടൈറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി എന്തിനെ ലീഡ് ചെയ്യും? എന്തിനായിരിക്കും? ഇൻക്രീസ് കൂട്ടും, പക്ഷെ അതിലും കുറച്ചുകൂടി നമ്മുടെ റിസീവൽ മാനേജ്മെന്റിനകത്ത് വരുന്ന എന്ത് സാധനമായിരിക്കും? ബാഡ് ഡെറ്റ്. അത് തന്നെ, കാരണം കടം കൊടുക്കാത്ത സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും കടക്കാര് വരത്തില്ല, അല്ലെ ബാഡ് ഡെപ്റ്റിന്റെ ഒരു ഇത് വരില്ല. അപ്പൊ അതാണ് 38ാമത്തെ ആൻസർ, റെഡ്യൂസ്ഡ് ബാഡ് ഡെറ്റ്സ്. ഇനി അടുത്തത് 39. ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ്
യൂസ് ടു മെഷർ ആവറേജ് കളക്ഷൻ പീരീഡ്. ഇത് റിസീവബിൾസിനകത്ത് വരുന്ന റിസീവബിൾസ് അല്ല നമ്മുടെ ഇത് ടൈം ടേക്കൺ ടു സി അതല്ല, ഞാൻ ആ റിസീവബിൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഓപ്ഷനും വന്നു. ഇൻവെന്ററി ടേൺ ഓവർ എന്ന് വെച്ചാൽ എന്താടാ? മിസ്സിന്റെ ലൈൻ ഹലോ, ഇൻവെന്ററി ടേൺ ഓവർ കേൾക്കുന്നുണ്ടോ? കേക്കാം. ഇൻവെന്ററി ടേൺ ഓവർ എന്ന് വെച്ചാൽ എന്താ? ഇൻവെന്ററി ക്യാഷ് ആയിട്ട് തിരിച്ചു ഇൻവെന്ററി ക്യാഷ് ആയിട്ട് എത്തിച്ചെത്താനുള്ള ടൈം. അക്കൗണ്ട്സ് പേയബിൾ പീരീഡും അതേപോലെ. നമ്മൾ ഇത് റിസീവബിൾ ആകുമ്പോൾ മറ്റേത് പേ ചെയ്യാനുള്ള പീരീഡ് അല്ലേ? അതെ അതെ. അപ്പൊ കളക്ഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും? നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടതല്ലേ ആവറേജ് പേയ്മെന്റ്. അപ്പം അത് റിസീവബിൾ റിലേറ്റഡ് ആണ്. സെയിൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നോർമൽ സെയിലിന്റെ ഒരു ഇതും അത് നമ്മുടെ ഈ ടേൺ ഓവറിനകത്ത് വരുന്നതല്ല, ഒരു ജനറൽ ചുമ്മാ ഒരു ഐറ്റം എടുത്തിട്ട് ഒരു ഓപ്ഷൻ കൂട്ടാൻ വേണ്ടി. അപ്പൊ അത് സി ആണ്, റിസീവബിൾ റിലേറ്റഡ് ആണ്. ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ റിസീവബിൾ റിലേറ്റഡ് ആണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻവെന്ററി ടെക്നിക് ഈസ് യൂസ് ടു ക്ലാസിഫൈ ഐറ്റം ബേസ്ഡ് ഓൺ വാല്യൂ ആൻഡ് ഫ്രീക്വൻസി? അത് ഇതാണ് FSL. വെച്ചിട്ട് ABC ആയിരിക്കും. അല്ല, D ആയിരിക്കും. ഏതാണ് വാല്യൂ വെച്ചിട്ട്? ABC. എല്ലാവർക്കും ABC ആണോ? അതെ. ഓ ഭാഗ്യം. അപ്പൊ ആൻസർ വരുന്ന ABC ആണ്. കാരണം എന്താ? അതെങ്ങനെയാണ് അതിനകത്ത് വരുന്നത്? എ കാറ്റഗറിയിൽ എന്തുവാണുള്ളത്? ഹൈ വാല്യൂ ഹൈ ആകുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി എങ്ങനെയാണ്? ക്വാണ്ടിറ്റി നമുക്ക് എക്കകത്ത് അങ്ങനെയാണ്. ബിക്കകത്തോ? വാല്യൂ ഇത്തിരി കുറവായിരിക്കും. ഏകദേശം ഒരു മീഡിയം ലെവൽ വിലയും അത് വാല്യൂ അതേപോലെ മീഡിയം ഇൻ ബിറ്റ്വീൻ ആണ്. ശരിക്കും ബിയുടെ കാര്യം അവിടെ പറയാറില്ല, എയും സിയും ആണ് പറയുന്നത്. സിയിലോ ഒട്ടും എന്താ പറയാ, ലോ വാല്യൂ ലോ പ്രൈസ് അല്ല, ലോ വാല്യൂ ഹൈ ക്വാണ്ടിറ്റി. ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഒരു പാരറ്റോ പ്രിൻസിപ്പിൾ വരുന്നത്. പാരറ്റോ പ്രിൻസിപ്പിൾ ഒരുപാട് സ്ഥലത്തുണ്ട്, മാർക്കറ്റിങ്ങിനകത്തും ഉണ്ട്. അതേപോലെ ഇവിടെ ഇൻവെന്ററിക്കകത്ത് വരുന്നത് 20:80 ആണ് വരുന്നത്. എന്ന് വെച്ചാൽ എ കാറ്റഗറി വരുന്നത് ടോട്ടൽ സാധനത്തിന്റെ 20% ഐറ്റമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അതിന് ടോട്ടൽ സാധനത്തിന്റെ 80% വില ഉണ്ടാവും. അതേപോലെ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ പാരറ്റോ? ആ നോട്ടിലൊന്നും ഇട്ടേക്കണം. ഞാൻ ആഡ് ചെയ്യാടാ പാരറ്റോ. അത് മാർക്കറ്റിംഗിലും ഉണ്ട് പാരറ്റോ. അതിൽ മാർക്കറ്റിംഗിൽ അല്ലല്ല, പെനിട്രേഷൻ അല്ലടാ. ഇത് 20% ഓഫ് കസ്റ്റമറിന്റെ നിന്നാണ് 80% ഓഫ് ഇൻകം വരുന്നത്. അങ്ങനെ ഒരു തിയറി അത് മാർക്കറ്റിംഗിലും ഉണ്ട്, ഇവിടെ ഉണ്ട് പാരറ്റോ പ്രിൻസിപ്പിൾ. ഞാൻ എന്തായാലും ഇത് ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇതില് അത് എക്സ്പ്ലനേഷൻ കൂടി ഒന്ന് ആഡ് ചെയ്യണേ. ഇടാ. ഓക്കെ. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻവെന്ററി മോഡൽ അസ്യൂം ദാറ്റ് ഇൻവെന്ററി ഈസ് റീസ്റ്റോർ ഇൻസ്റ്റന്റ്ലി വൺസ് ഇറ്റ് ഹിറ്റ് ദി റീഓർഡർ പോയിന്റ്. റീഓർഡർ പോയിന്റ് എത്തി മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഇതില് ഏത് ഇൻവെന്ററി മോഡൽ വെച്ചിട്ടാ? അല്ലെ സി ആണോ? കാരണം എന്താ? എനിക്ക് അതെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ നോക്കിക്കൊണ്ടിരിക്കല്ലേ ഐറ്റം തീർന്നോ എന്ന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇൻ ടൈം കേട്ടിട്ടുണ്ടോ? ഏതാ ജസ്റ്റ് ഇൻ ടൈം? പെട്ടെന്ന് പോയി. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു വെക്കുന്നതിനാണ് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം. ഓക്കെ. നമുക്കിപ്പൊ ഇന്ന് പ്രൊഡക്ഷൻ അല്ലെ ഒരാഴ്ചത്തേക്കുള്ള പ്രൊഡക്ഷൻ വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തു വെക്കുന്നത്. ഒരുപാട് ഓവർ സ്റ്റോക്ക് ചെയ്യില്ല ജസ്റ്റ് ഇൻ ടൈമിനകത്ത്. ഈ സാധനം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജാപ്പനീസ് ഒരു കമ്പനി, ടൊയോട്ടോ കേട്ടിട്ടില്ലേ?
ആ അവരാണ് ഈ സാധനം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഓക്കെ മിസ്സേ, EOQ എന്ന് പറയുമ്പോ അറിയാമല്ലോ, നമ്മൾ ഏറ്റവും മിനിമം. ആ അതറിയാം. പിന്നെ പീരിയോഡിക് എന്ന് പറയുമ്പോ എന്താണ്, ഓരോ ഇന്റർവെൽ yearly അനുസരിച്ച്. ആയിരിക്കും. ചിലപ്പോ മാസത്തിൽ ഒന്നായിരിക്കും, അല്ല 6 മാസം കൂടുമ്പോ ഒന്നോ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡെയിലി സ്റ്റോക്ക് ചെക്ക് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം അതിന്റെ ആൻസർ വരുന്നത് സി ആണ്. കണ്ടിന്യൂസ് റിവ്യൂ സിസ്റ്റം ഉള്ളപ്പോഴാണ് നമുക്ക് റീസ്റ്റോക്കിംഗ് പെട്ടെന്ന് സാധിക്കുന്നത്. ഇനി അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഫോം ഓഫ് ഡിവിഡൻഡ് ഡസ് എ കമ്പനി ഇഷ്യൂ അഡീഷണൽ ഷെയർ ടു ഷെയർ ഹോൾഡേഴ്സ്? ഇതിൽ ഏതിലാണ് അഡീഷണൽ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്? സ്റ്റോക്ക് ഡിവിഡൻഡ് ആണോ? ഡൗട്ടാണ്, എനിക്ക് അറിയില്ല. അതെ, സ്റ്റോക്ക് ആണ്. അതിനെല്ലാം നമ്മൾ പിന്നെ ബോണസ് എന്നും കൂടെ പറയുന്നത്. ബോണസ് ഷെയർ. ആയിക്കോട്ടെ, അത് തന്നെ. അതല്ലേ, അത് ഓർത്തോണെങ്കിൽ ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. ബോണസ് നമ്മൾ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യും. ഇതേപോലെ അതിന്റെ സെയിം പേര് തന്നെയാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. അതിന് വേറെ അത് ഞാൻ അതിൽ വേണം, നോട്ടിൽ വേണം ചെയ്യാം. എന്റെ ആ ടെക്സ്റ്റിനകത്ത് അങ്ങനെ 2-3 പേര് അതിനുണ്ട്. സ്റ്റോക്ക് ഡിവിഡൻഡ്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, ബോണസ് ഷെയർ, ഇങ്ങനെ 3 പേരുണ്ട് കേട്ടോ. ബോണസ് ഷെയർ, സ്റ്റോക്ക് ഡിവിഡൻഡ്, സ്ക്രിപ്റ്റ്, ഇത് 3 വരുന്നത്. ഇനി അടുത്തത് 43ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഡയറക്ട്ലി എഫക്ട് ഡിവിഡൻഡ് പോളിസി? ഡിവിഡൻഡ് പോളിസിയെ ഡയറക്റ്റ് എഫക്ട് ചെയ്യാതെ താഴെ പറഞ്ഞാൽ ഏത് ഫാക്ടർ ആണെന്നാണ് ചോദ്യം. ഓക്കെ, ഏതായിരിക്കും? ലീഗൽ കൺസ്ട്രെയിന്റ് ഉണ്ടോ? സി ആയിരിക്കും. സി ആയിരിക്കും. റെപ്യൂട്ടേഷൻ ഒന്നും അങ്ങനെ വലുതായിട്ട് എഫക്ട് ചെയ്യില്ല. ലീഗൽ കൺസ്ട്രെയിന്റ് ഉണ്ട്, പ്രോഫിറ്റിന്റെ അവൈലബിലിറ്റി ഉണ്ട്, ലിക്വിഡിറ്റി പൊസിഷൻ. ലിക്വിഡിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണെങ്കിൽ ഒരുപാട് ഡിവിഡൻഡ് ഒന്നും കൊടുക്കില്ല. അപ്പം ഇതിനകത്ത് എഫക്ട് ചെയ്യാത്ത സാധനം എന്ന് പറയുന്നത് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആണ്. ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തത് 44ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ക്യാഷ് ബഡ്ജറ്റിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് വുഡ് ബി കൺസിഡർ ആസ് ക്യാഷ് ഔട്ട്ഫ്ലോ? നേരത്തെ ഇൻഫ്ലോ പറഞ്ഞ പോലെ തന്നെ ഇത് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇതിൽ ഏതാണ് ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നത്? പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷിന്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ വരില്ല. നമ്മൾ അക്കൗണ്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ലേ. ഇഷ്യൂ ഓഫ് ഷെയർ വരുമ്പോഴോ അത് ഇഷ്യൂ ഷെയർ നമുക്ക് ഇൻഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ആണ്. അപ്പൊ ഇങ്ങോട്ട് വരും. പ്രോഫിറ്റ് കിട്ടുമ്പോൾ അസറ്റ് വിൽക്കുമ്പോഴും ക്യാഷ് ഇങ്ങോട്ട് വരും. അപ്പൊ ഡിവിഡൻഡ് ആണ് വരുന്നത്. അപ്പൊ സി. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ. ആഫ്റ്റർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ദ നമ്പർ ഓഫ് ഷെയർസിന് എന്താ സംഭവിക്കുന്നത്? നമ്പറിൽ എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസ്. നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് 46ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു വാട്ട്? എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ? കറണ്ട് അസറ്റ്. ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് അല്ല, കറണ്ട് അസറ്റിന്റെ ടോട്ടൽ, എല്ലാ കറണ്ട് അസറ്റിന്റെയും കൂടി ടോട്ടൽ എടുക്കുന്നതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതെ, അവിടെ നെറ്റ് ഉണ്ട്, കറണ്ട്. അപ്പൊ കറണ്ട് തന്നെ ഓർത്ത് വെച്ചോണം. അസറ്റ് എന്ന് പറഞ്ഞാലും കുറെ അസറ്റ് ഉണ്ട്. അപ്പൊ എ ആണ്, ടോട്ടൽ കറണ്ട് അസറ്റ്സ് ആണ് വരുന്നത്. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ഫാക്ടറിങ്? ഫാക്ടറിങ് കേട്ടിട്ടുണ്ടോ? ഒരു ഏജൻസിയെ നമ്മൾ ഏൽപ്പിക്കുന്നതല്ലേ? എന്ത് ഏൽപ്പിക്കും? ആ റിസീവബിൾ കളക്ട് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ബിൽസ് നമ്മൾ വേറൊരു തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഫാക്ടറി. അപ്പൊ സെല്ലിംഗ് റിസീവബിൾ ടു തേർഡ് പാർട്ടി ഫോർ ഇമ്മീഡിയറ്റ് ക്യാഷ് എന്നുവെച്ചാൽ അപ്പൊ നമ്മുടെ റിസീവബിൾ ഈ തേർഡ് പാർട്ടിക്ക് കൊടുക്കുമ്പോൾ തേർഡ് പാർട്ടി അവരുടെ കമ്മീഷൻ കഴിച്ച് ബാക്കി നമുക്ക് അപ്പൊ തന്നെ തരും. നമ്മൾ ചിലപ്പോൾ 5 മാസം 6 മാസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇത് റിലേറ്റഡ് വരുന്ന ഒരു ടേം ആണ് ഫോർഫെയ്റ്റിംഗ്. അത് കേട്ടിട്ടുണ്ടോ? ഏതാ ഫോർഫെയ്റ്റിംഗ്? അതായത് എക്സ്പോർട്ട് ബിൽ വരുമ്പോ ഈ സെയിം സാധനം തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടിന് വരുമ്പോ അവിടെ നമ്മുടെ ബില്ല് ഇതേപോലെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫോർഫെയ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ്, സെല്ലിംഗ് റിസീവബിൾ ടു തേർഡ് പാർട്ടി. ഇനി അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞാണ് മില്ലർ. ഏതാണ് ഇത്? എന്തിനു വേണ്ടി ഈ മോഡൽ എന്താണ് നമുക്ക് പറയുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കും?
ഡിവിഡൻഡ് Cash management. അല്ലെന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനല്ല, EOQ കാൽക്കുലേറ്റ് ചെയ്യാനും അല്ല. പിന്നെ എന്തിനാണ്? Managing cash. ക്യാഷ് മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന മോഡലാണ്. നേരത്തെ പറഞ്ഞത് 2 ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് അതാണ് സി. പിന്നെ വരുന്നത് 49ാമത്തെ ക്വസ്റ്റ്യൻ. എ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താടാ? നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രോസ് വർക്കിംഗ് ലൈബിലിറ്റി കൂടുമായിരിക്കും. നമ്മുടെ കറന്റ് ലൈബിലിറ്റി കൂടുതലും കറന്റ് ലൈബിലിറ്റി കൂടുതലും കറന്റ് അസറ്റ് കുറവുമാണെങ്കിൽ ആ സിറ്റുവേഷന് പറയുന്ന പേരാണ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. കറന്റ് അസറ്റ് ഈസ് ലെസ് ദാൻ കറന്റ് ലൈബിലിറ്റി. ഫസ്റ്റ് ഓപ്ഷൻ. ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനും സിമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ചിലപ്പോ ഇപ്പൊ ഈ ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, അതൊക്കെ പ്രശ്നമാവും. അത് ഞാൻ ഇവിടെ കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നു. വാ പൊളിച്ചു നിൽക്കുന്നത് വലുതും വാ അടച്ചു വെക്കുന്നത് ചെറുതായിരിക്കും. അപ്പൊ ഇതിപ്പോ വാ പൊളിഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ്? കറന്റ് ലൈബിലിറ്റിയുടെ സൈഡിലോട്ടല്ലേ ഇങ്ങനെ വാ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം കറന്റ് ലൈബിലിറ്റി ആണ് കൂടുതലെന്ന്. ഓക്കെ, വാ പൊളിഞ്ഞിരിക്കുന്ന വശമാണ് കൂടുതൽ. അപ്പൊ കറന്റ് ലൈബിലിറ്റി അത് ഓർത്താ മതി. അപ്പൊ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറന്റ് അസറ്റ് കുറവും കറന്റ് ലൈബിലിറ്റി കൂടുതലും.